السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരി കുടുംബവുമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് എന്ന ഒരു വലിയ വിഷയമാണ് ഇന്ന് 6 മണി മുതൽ 6:30 മണി മുതൽ മഗ്‌രിബിന് ശേഷം മുതൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇനി നാം ചർച്ച ചെയ്യേണ്ട വിഷയം കൗമാരം, യുവത്വം, നമ്മുടെ മക്കൾ വളരെ ചെറിയ ഒരു സമയമായതുകൊണ്ട് തന്നെ ആ സമയത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ വിഷയത്തോട് നീതി പുലർത്തി ഒരു മനുഷ്യൻ ചെറുപ്പത്തിൽ 24-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. ദീനുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. വിവാഹം കഴിച്ച് ഭാര്യക്കൊപ്പം ജീവിക്കാൻ തുടങ്ങി. സാധാരണക്കാരനായ നാട്ടിലൊരു ജോലിയുള്ള ഒരു മനുഷ്യൻ അയാള് ഭാര്യന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ഒരു വർഷമായപ്പോഴേക്ക് ഭാര്യ പ്രഗ്നന്റ്. 1ാമത്തെ ഗർഭം ധരിച്ചപ്പോൾ അയാൾ ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഒരു കുട്ടി വരാൻ. രണ്ടുപേരും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാവണം. ഇയാൾക്ക് ഏറ്റവും ഇഷ്ടം പെൺകുട്ടിയായിരുന്നു എങ്കിൽ പോലും ഉമ്മ പ്രാർത്ഥിച്ചത് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാവണം. ഇയാൾക്ക് പെൺകുട്ടികളാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഉമ്മ റബ്ബിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാവണം. എല്ലാവരും പ്രാർത്ഥിക്കുന്ന, ഉമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആദ്യത്തെ കുട്ടി ആൺകുട്ടിയായാൽ കടയിൽ പോവാനും തറവാട്ടിൽ പോകുമ്പോൾ സ്കൂട്ടർ ഓടിക്കാനും ഒക്കെ ഒരു കുട്ടി ഉണ്ടാകും എന്ന ചിന്തയിൽ ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാവണം. അങ്ങനെ 10 മാസം തികഞ്ഞ് ആ പെണ്ണ് പ്രസവിച്ചു. 25-ാമത്തെ വയസ്സിനു ശേഷം ഈ മനുഷ്യൻ ആദ്യത്തെ ബാപ്പയെ പ്രസവിച്ചപ്പോൾ കുട്ടി ആൺകുട്ടിയാണ്. അല്ലാഹ് പെണ്ണിന്റെ പ്രാർത്ഥന. ഈ പ്രസവം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോ ഈ പെണ്ണ് 2ാമതും പ്രഗ്നന്റ്. അപ്പോ ഈ ബാപ്പ പ്രാർത്ഥിച്ചു, പടച്ചോനെ ആൺകുട്ടിനെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഒരു പെൺകുട്ടി വേണം. ഉമ്മയും പ്രാർത്ഥിച്ചു, ഇനി ഒരു പെൺകുട്ടി മതി. 2ാമത്തെ പ്രസവം പ്രസവിച്ചപ്പോ അല്ലാഹ് പ്രാർത്ഥന കേട്ടു. ഇവർക്ക് 2ാമതായി പടച്ചോൻ കൊടുത്തത് ഒരു പെൺകുട്ടിയാണ്. 3 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഒരു ചെറിയ പെൺകുട്ടിയുമായി ഇവരുടെ കുടുംബ സന്തോഷത്തിന് മുന്നോട്ട് പോയി. ഇതിനിടയിൽ 2 പ്രസവവും അതിന്റെ ചെലവുമൊക്കെ ആയപ്പോ നാട്ടിൽ പണിയെടുത്ത് ജീവിച്ച ഈ മനുഷ്യൻ സാമ്പത്തികമായിട്ട് ഞെരുങ്ങാൻ തുടങ്ങി. ഭാര്യന്റെ അടുത്ത് വന്ന അയാൾ പറഞ്ഞു, എടി ഞാൻ പോവാണ്, ഇനി നാട്ടിൽ നിന്ന് പണിയെടുത്താൽ ഈ മക്കളെ പോറ്റാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ സുഹൃത്തിനോട് പറഞ്ഞ് ഞാനൊരു വിസ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഞാൻ സൗദി അറേബ്യയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഭാര്യയോട് ഈ വിഷയം പറഞ്ഞു. അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും കുടുംബം മുന്നോട്ട് പോകണം എന്ന ഒരാഗ്രഹം കൊണ്ട് ഈ പെണ്ണ് സമ്മതിച്ചു. അങ്ങനെ അയാൾ 2ാമത്തെ ഗർഭം കഴിഞ്ഞ് കുട്ടിയായതിനു ശേഷം സൗദി അറേബ്യയിലേക്ക് പോയി. പിന്നീട് ഒരു ചെറിയ ശമ്പളത്തിന് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യാൻ. അതിനിടയിൽ നാട്ടിൽ തിരിച്ചു വന്നു. ഭാര്യ 3ാമത് പ്രഗ്നന്റായി. ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും 3ാമത് പ്രഗ്നന്റ് ആയ ഭാര്യ ഒരു പെൺകുഞ്ഞിന് കൂടി ജന്മം നൽകി. ആ കുടുംബം 2 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട്. ഒരു പ്രശ്നം ഈ മനുഷ്യൻ അദ്ദേഹം ജോലി ചെയ്ത പൈസയിൽ നിന്ന് ഇത്തിരി പണം ഒരു കുറി വെക്കും. സൗദി അറേബ്യയിൽ തന്നെയുള്ള ഒരു കുറി. ആ കുറി ഇങ്ങനെ വെച്ച് പോയി. കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോ ആ മനുഷ്യന് കുറി കിട്ടി. ആ കുറി കിട്ടിയപ്പോ തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയ സുഹൃത്തിനോട് വന്ന് അയാൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. അങ്ങനെ ഒരു ചെറിയ കോഫി ഷോപ്പ്, ചായപ്പീടിയ 2ആളും കൂടി ചേർന്ന് സൗദിയിലിട്ടു. ഒരു പീടിയ. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ആ കട 1 2ആയി, 2 4ആയി, 4 8ആയി. അങ്ങനെ സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇവരുടെ ഒരു ബ്രാൻഡിൽ കോഫി ഷോപ്പുകൾ ഉണ്ടാവും. കൂലിപ്പണിയെടുത്ത് ജീവിച്ച ആ മനുഷ്യൻ സാമ്പത്തികമായിട്ട് ഉയർന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ 25 സെന്റ് സ്ഥലം വാങ്ങിയ
25 സെന്റ്. എന്നിട്ട് ഏറ്റവും സൗകര്യമുള്ള 5 ബെഡ്റൂമുള്ള മനോഹരമായ ഒരു വീടുണ്ടാക്കി. പൈസ ഉണ്ട്, ബിസിനസ്സുകാരനാണ്. 6 മാസം അയാൾ നാട്ടിലുണ്ടാകും. അപ്പൊ 6 മാസം പാർട്ട്ണർ സൗദിയിലുണ്ടാവും. 6 മാസം പാർട്ട്ണർ നാട്ടിലുണ്ടാകും. 6 മാസം ഇയാൾ സൗദിയിലുണ്ടാകും. സുഖൻ. 6 മാസം മാറി മാറി നാട്ടിലും ഗൾഫിലുമായി ബിസിനസ് ഇങ്ങനെ പുരോഗമിച്ച് സാമ്പത്തികമായി ഉയർന്ന് 25 വാങ്ങിയിട്ട് സെന്റ് സ്ഥലം വാങ്ങി വീടുണ്ടാക്കി ആ മനുഷ്യൻ സുന്ദരമായി ജീവിക്കാൻ തുടങ്ങി. ഒരു പ്രശ്നമില്ല. എങ്ങനെ? വീടിന്റെ മുറ്റത്ത് ഇന്റർലോക്കുകൾ, വീടിനകത്ത് LED ബൾബുകൾ മിന്നിത്തിളങ്ങും, വീടിന്റെ താഴെ തറയിൽ ഇറ്റാലിയൻ മാർബിളിന്റെ പളപളപ്പ്, വീടിന്റെ പോർച്ചിൽ ഒരു ഇന്നോവ കാർ, മുറ്റത്ത് ചെറിയൊരു പൂന്തോട്ടം. ഒരു മനുഷ്യൻ ഭൗതിക ലോകത്ത് കൊതിക്കാവുന്നതെല്ലാം മനോഹരമായിട്ട് ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചു. ഇപ്പോ അന്ന് പ്രസവിച്ച ആ ചെറുക്കൻ അള്ളാനോട് പെണ്ണ് പ്രാർത്ഥിച്ച് 1ാമത് കിട്ടിയ ആ ചെറുക്കൻ ഇപ്പോ അവൻ +1 കഴിഞ്ഞ് +1 വേണ്ടി പഠിക്കാൻ ആ ചെറുക്കൻ അയാളുടെ +2 ഇങ്ങനെ പാസ്സാവാൻ നിൽക്കുക. 2ാമത്തെ മോള് 9ാം ക്ലാസ് പഠിക്കാൻ, 3ാമത്തെ മോള് 6ാം ക്ലാസ്സിന് പഠിക്കാൻ. എല്ലാം സെറ്റപ്പായി ജീവിതമൊക്കെ ഉഷാറായി വളരെ പ്രതീക്ഷയിൽ സന്തോഷത്തിൽ ഇവരിങ്ങനെ മുന്നോട്ട് പോകണം. 6 മാസം കൂടുമ്പോൾ അയാൾ വരും, നാട്ടിലുണ്ടാകും, അങ്ങനെ പോകണം. ഒരു രസം, സന്തോഷം, സുഖം. അതിനിടയിൽ ഒരു ദിവസം സ്കൂളില്ല, മദ്രസയില്ല, ഒന്നുമില്ലാത്തൊരു ദിവസം രാവിലെ ഒരു 9:30 മണി 10 മണിയായപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അലറിക്കരച്ചിൽ കേട്ടാണ് ഉമ്മ പുറത്തെ ബാത്റൂമിലേക്ക് ഓടിയെത്തിയത്. അവിടെ എത്തിയപ്പോ കുട്ടി ഇങ്ങനെ കരഞ്ഞ് എന്തോ കണ്ട് പേടിച്ച് കരയാണ്. ഉമ്മ നേരെ ചെന്ന് കുട്ടിയെ ചേർത്ത് പിടിച്ച് ഉമ്മ പറഞ്ഞു, സാരല്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് ചിലന്തിയെ പേടിയാണ്, 8കാലിയെ പേടിയാണ്. 8കാലിയെ പേടിയുള്ള ഈ കുട്ടി 8കാലിയെ കണ്ട് പേടിച്ചതാണെന്ന് ഉമ്മ കരുതി. ഈ ബാത്റൂമിൽ വലിയൊരു 8കാലി വരും. അതിന് കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. മുമ്പൊക്കെ ഇതുപോലെ ഈ കുട്ടി കണ്ട് പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഉമ്മ ഓടിച്ചെന്ന ഉമ്മ കുട്ടിയെ പിടിച്ച് പറഞ്ഞത് 8കാലിയാണ്. അതുകൊണ്ട് ഉമ്മ ഇങ്ങനെ കുട്ടിയെ ചേർത്ത് പിടിച്ചു. പക്ഷെ കുട്ടിയുടെ ഏങ്ങൽ അടങ്ങുന്നില്ല, കുട്ടി കംഫർട്ട് ആവുന്നില്ല. ഉമ്മ അവളെ ചേർത്ത് പിടിച്ച് ബെഡ്റൂമിനകത്ത് കൊണ്ടുചെന്ന് ഇരുത്തിയിട്ട് ഉമ്മാന്റെ തോളിലേക്ക് ഇങ്ങനെ ചെരിച്ച് ചാച്ചി വെച്ച് ഉമ്മ ഇങ്ങനെ തട്ടി സമാധാനിപ്പിച്ച് കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ ശ്വാസമൊക്കെ നേരെയായി. അപ്പോഴും ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിട്ടുകള, ഒഴിവാക്ക്, ഒരു 8കാലിയല്ലേ എന്ന് ഉമ്മ ഇങ്ങനെ പറയുമ്പോ ഈ കുട്ടി ഉമ്മനോട് പറഞ്ഞു, 8കാലിയല്ല, 2 കാലി. അവളാ കുട്ടി ഉമ്മ ചോദിച്ചു, 2 കാലി? എന്നെ പേടിപ്പിച്ചത് 8കാലിയല്ല. കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയ 14കാരി പെൺകുട്ടി വസ്ത്രമൊക്കെ അഴിച്ച് കുളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് എന്തോ എടുക്കാൻ മറന്നത്. ഈ പെൺകുട്ടിയൊക്കെ കുറെ സാധനങ്ങൾ വേണമല്ലോ കുളിക്കാൻ, എടുക്കാൻ മറന്നത്. അതെടുക്കാൻ വേണ്ടിയിട്ട് അവൾ വാതിലിന്റെ കുറ്റി, ഡ്രസ്സ് മേലെ കൂടി എടുത്തിട്ട് വാതിലിന്റെ കുറ്റി തുറന്നപ്പോ കാണുന്ന കാഴ്ച, +1 പഠിക്കുന്ന സ്വന്തം ഏട്ടൻ കാക്ക വാതിലിന്റെ പഴുതിലൂടെ പെൺകുട്ടി കുളിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടാണ് ഈ പെൺകുട്ടി പേടിച്ച് കരഞ്ഞത്. ഇത് ഉമ്മയോട് പറഞ്ഞപ്പോ ഞെട്ടിയത് കുട്ടിയല്ല, ഉമ്മയാണ്. ആകെ പ്രശ്നമായി, ഞെട്ടി നിൽക്കണം ഉമ്മ. ഉമ്മക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്പം കഴിഞ്ഞപ്പോ പാപ്പാക്ക് ഫോൺ ചെയ്തിട്ട് ഉമ്മ പറഞ്ഞു, നാട്ടിൽ വരണം, ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന്, നാളെ പറ്റുമെങ്കിൽ നാളെ നിങ്ങൾ നാട്ടിൽ വരണം. അയാൾ പറഞ്ഞു, നോക്കട്ടെ, ടിക്കറ്റ് എടുക്കട്ടെ. അങ്ങനെ പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്ത് ഈ ചെറുക്കനെയും കൊണ്ട് കൗൺസിലിംഗ് സെന്ററിൽ വരികയാണ്. പ്രാർത്ഥിച്ച് അള്ള കൊടുത്ത മകൻ. അവനിപ്പോ താടിയും മീശയും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ശബ്ദം കനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വയസ്സ് 17 കഴിഞ്ഞ് 18ലേക്ക് കിടക്കുന്നു. ഈ ചെറുക്കനെ കൊണ്ട് ബാപ്പ ഇരിക്കാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണക്ക് മുമ്പാണ് എന്റെ അടുത്ത് ഈ ചെറുക്കനെ കൊണ്ട് വരുന്നത്. ഈ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, ഈ ചെറുക്കനുണ്ട്. അവരാകെ സങ്കടത്തിലാണ്. മനോഹരമായി പണിതുയർത്തി വെച്ച സുന്ദരമായിട്ട് ഇന്റീരിയർ ചെയ്ത മുറ്റത്ത് പൂന്തോട്ടമുള്ള ആ സുന്ദരമായ വീട്ടിൽ ഇപ്പോ എല്ലാം ഉണ്ട്. LED അപ്പോഴും കത്തുണ്ട്, സ്വിച്ച് ഇട്ടാ AC ആ റൂമാകെ തണുപ്പിക്കും. പക്ഷേ ഉള്ളു തണുക്കാത്ത ഒരു ഉപ്പയും ഉമ്മയുമാണ് ആ വീട്ടിലുള്ളത്.
നെഞ്ചിനുള്ളിൽ നെരിപ്പോടാണ്. ആ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയത് സമാധാനമാണ്, സന്തോഷമാണ്. ഒരു മരിച്ച വീട് പോലൊരു വീട്. എത്രയോ സ്വത്തും മുതലുണ്ട് ആ മനുഷ്യൻ. നോക്ക് നിങ്ങൾ, അയാൾ എന്റെ മുമ്പിൽ ഇരിക്കണേ. ഞാന് അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അവനോടൊന്ന് സംസാരിക്കണം. ആ ചെറുക്കൻ എന്റെ മുന്നിൽ വന്ന് രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, പറ്റിപ്പോയി, ഞാൻ ഇനി ചെയ്യൂല. അവൻ ഇനി ചെയ്യൂല, ഉറപ്പായിട്ടും ചെയ്യൂല. അവന് പറ്റിപ്പോയത് ചെയ്യൂല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇനി അവന്റെ ഉമ്മ അവനെ വിശ്വസിക്കില്ല. അവന്റെ പെങ്ങൾ അവനെ ആങ്ങളയായി കാണില്ല. ഇതെങ്ങനെയാ സോൾവ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാ സോൾവ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു, സാരല്ല, തെറ്റുപറ്റിയതാണെങ്കിൽ തൗബ ചെയ്തോ, അല്ലാഹു പൊറുക്കും. മോൻ പറഞ്ഞു, ഞാൻ തൗബ ചെയ്തു. ഉമ്മാനെ വിളിച്ചു. ഒരു പെണ്ണ് മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആ പെണ്ണിങ്ങനെ ഇരിക്കുകയാണ്. ഒരു എഫക്റ്റും ഇല്ല, ഒരു വികാരവും ഇല്ല. ഞാൻ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ആ പെണ്ണ് പറഞ്ഞു, ഒറ്റ വാക്കാ പറഞ്ഞത്, അവനിനി എന്റെ വീട്ടിൽ ഉണ്ടാവരുത്. പെണ്ണിന്റെ വാക്ക, അവനിനി എന്റെ വീട്ടിൽ ഉണ്ടാവരുത്. രണ്ട് പെൺകുട്ടികളും ഞാനും താമസിക്കുന്ന വീടാ, അവൻ എന്റെ വീട്ടിൽ ഉണ്ടാവരുത്. എന്ത് ചെയ്യും? എത്ര പ്രതീക്ഷയോടെ പോറ്റിയ മോനാ നോക്കുന്നത്. എന്തു രസത്തിൽ വന്ന വീടാ നോക്ക്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട്ടിൽ. ഒറ്റ വാക്ക്. ആ ചെറുക്കനെ കൊണ്ടുപോയത്, അയാൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കനെ TC വാങ്ങിയിട്ട് വയനാട്ടിലുള്ള സ്കൂൾ കൊണ്ടുപോയി ചേർത്തു. വീട്ടിൽ നിർത്താൻ വയ്യ, ഞങ്ങൾക്ക് ഗൾഫ് പോണ്ടേ. ഉമ്മ ചോദിക്കുക, ഞാൻ എങ്ങനെ കുളിക്കുക, ഞാൻ എന്താ വിശ്വസിക്കുക? ആ ചെക്കനെ നേരെ വയനാട്ടിൽ കൊണ്ടു ചേർത്തി. അവൻ +1 കഴിഞ്ഞ് വയനാട്ടിൽ അത് തുടരാൻ തുടങ്ങിയപ്പോഴാണ് കൊറോണ വന്ന് സ്കൂളും കോളേജും ഹോസ്റ്റലും പൂട്ടിയത്. ഉമ്മാനെ വിളിച്ച് ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു, മോനെ കൊണ്ടുപോകണം, ഹോസ്റ്റലിൽ തുറന്നു വെക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ഉത്തരവുണ്ട്, നിങ്ങൾ മോനെ കൊണ്ടുപോകണം. അങ്ങനെ ആ മകൻ വീട്ടിൽ തിരിച്ചു വരികയാണ്. ഉമ്മ ബാപ്പാനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറ്റൂല, ഈ കുട്ടി ഞാൻ കൊണ്ടുപോകും. ബാപ്പ സൗദിയിൽ കുടുങ്ങി കിടക്കാണ്, ഫ്ലൈറ്റ് ഇല്ല, വരാൻ കഴിയില്ല, പ്രശ്നമായി നിൽക്കണം. അയാൾ എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറ് ഭാര്യയുമായിട്ടൊന്ന് സംസാരിക്കണം, എന്തെങ്കിലും ഒരു കോംപ്രമൈസ്. ഞാൻ ആ പെണ്ണിനെ വിളിച്ചു. ആ പെണ്ണ് പറഞ്ഞു, നടക്കൂല, കുട്ടികളുള്ള ഈ വീട്ടിൽ ഞാൻ അവനെ കേറ്റൂല. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ആ പെണ്ണ് പറഞ്ഞു, ശരി കൊറോണക്കല്ലേ വന്നോട്ടെ, ഒറ്റ കണ്ടീഷൻ. ഞാൻ ചോദിച്ചു, എന്താണ് കണ്ടീഷൻ? അവൻ വന്നാൽ വീടിന്റെ മുകളിൽ കഴിയണം, താഴേക്ക് ഇറങ്ങരുത്. ആ ഉമ്മ ഉപയോഗിച്ച വാക്ക് കോണിപ്പടികൾ ഇറങ്ങരുത്. കൊറോണന്റെ കാലത്ത് 30-60 ദിവസം ക്വാറന്റൈനിൽ ഇരുന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ, ഇല്ലേ? ഉണ്ട്. ഈ ചെറുക്കൻ വീടിന് മുകളിൽ ക്വാറന്റൈനിൽ ഇരുന്നത് 6 മാസം. താഴത്തേക്ക് ഇറങ്ങാൻ ഉമ്മ സമ്മതിച്ചില്ല. തടിച്ചു പോയാ ചെക്കൻ, അനങ്ങാഞ്ഞിട്ട്. അവൻ ഉടുത്ത വസ്ത്രം അത് അലക്കാൻ വേണ്ടിയിട്ട് അഴിച്ച് കോണിപ്പടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. ഉമ്മ അലക്കിയിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു പ്ലേറ്റ് ഭക്ഷണം എടുത്തിട്ട് അതിൽ മുഴുവൻ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ നിറച്ച് ഉമ്മ കോണിപ്പടിന്റെ മുകളിൽ കൊണ്ട് വെച്ചു കൊടുക്കും, പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ. ചെറുക്കൻ അത് എടുത്തുകൊണ്ടുപോയി കഴിച്ചിട്ട് പ്ലേറ്റ് അവിടെ കൊണ്ടുപോയി. അവൻ ആ വീടിന്റെ മുകളിൽ ഇങ്ങനെ കഴിഞ്ഞത് 6 മാസം. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ കഴിഞ്ഞിട്ട് വാപ്പ ഫ്ലൈറ്റ് കിട്ടിയിട്ട് നാട്ടിൽ വന്നത്. ഇപ്പോഴാണ് താഴത്തേക്ക് ഇറങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾ, നമ്മളൊക്കെ ചിന്തിക്കുന്ന, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ മക്കള് ഒരു നിമിഷം കൊണ്ട് ഒരു കുടുംബത്തിന്റെ ഭീഷണിയായി മാറും. ഇവരുണ്ടാക്കുന്ന പ്രശ്നം അത് പരിഹരിക്കാൻ എത്ര ധൈര്യവാനായ, എത്ര വലിയ ബുദ്ധിയുള്ള ബാപ്പാക്കും കഴിയില്ല. സ്വന്തം മക്കൾ തിരിഞ്ഞു നിന്നാൽ ഏത് ജഗജില്ലയും അവിടെ നിൽക്കും. എങ്ങനെ എന്താ ചെയ്യാൻ പറ്റും? 2024 ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിലേക്ക് കടന്നു നിൽക്കുന്ന സമയം ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നത്. വല്ലാത്ത ഒരു ചിന്തയും വല്ലാത്ത ഒരു കാര്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രത്യേക ലോകം. കുട്ടികളുടെ ചിന്തകൾ മാറിയിരിക്കുന്നു, സ്കൂളുകൾ മാറിയിരിക്കുന്നു, കുട്ടിയുടെ രീതികൾ മാറിയിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ കൂടിയിരുന്ന് നാം ചിന്തിക്കേണ്ടത്, ഈ ആധുനിക ലോകത്തെ മക്കളെ എന്തു ചെയ്യണം എന്ന്.
ഞാനിപ്പോ പറഞ്ഞ ഈ കഥ നമ്മുടെ വീടിന്റെ പടി കയറി വരാം. അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. നമ്മുടെ മക്കൾ ഇങ്ങനെ ഭീഷണിയായിട്ട് മാറി എന്താ നമ്മൾ ചെയ്യാന്ന് മനസ്സിലാവുക. 8ാം ക്ലാസ്സുകാരി പെൺകുട്ടി, 8ാം ക്ലാസ്സുകാരി, ടെൻഷൻ കൂടി, 9ക്ക് പാസ്സായ പെൺകുട്ടി, ടെൻഷൻ കൂടിയിട്ട് പിരിമുറുകി വല്ലാത്ത ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ആ പെൺകുട്ടി ബാപ്പയും ഉമ്മയും ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. 8 പഠിക്കുക, 9ലേക്ക് പാസ്സായിട്ടുള്ളൂ, 14 വയസ്സ്, 13 വയസ്സ്. ആ പെൺകുട്ടി വന്ന് ഇരിക്കണം. എന്താ പ്രശ്നം? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. എന്താ പിന്നെ മോളെ ഈ പ്രശ്നം എന്ന് ചോദിച്ചതിന് ആ കുട്ടിയുടെ മറുപടി, ഞാൻ പ്രഗ്നന്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാണ്. കുട്ടീന്റെ മറുപടി ആലോചിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു? കുട്ടി പറയാ, ഗൂഗിൾ പറഞ്ഞു. തന്റെ മാസമുറ തെറ്റിയത് എന്തുകൊണ്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ഗൂഗിൾ ആദ്യം പറഞ്ഞ ഉത്തരം സസ്പെക്റ്റഡ് പ്രഗ്നൻസി. ആ കുട്ടി അതും കൊണ്ട് വന്ന് ഇരുന്ന് പറയാണ്, ഞാൻ പ്രഗ്നന്റ് ആണോ എന്ന് സംശയമുണ്ട്. അപ്പൊ ചോദിച്ച സ്വാഭാവികമായിട്ട് നമ്മുടെ ചോദ്യം ആരാണ് നല്ല ചോദ്യം. ഞാനും ചോദിച്ചത് ആ ചോദ്യം ആരാണ്. ആ കുട്ടി പറഞ്ഞ മറുപടി അറിയില്ല. കാരണം എന്താ? ഒരാളല്ല ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത്, അറിയില്ല എന്ന ഉത്തരം. അവളുടെ ടെൻഷൻ അതാ. ഒരാളാണെങ്കിൽ അതിനെങ്ങനെ കല്യാണം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി, അറിയില്ല എന്നാണ്. അവർക്ക് സംശയമാണ്, പ്രഗ്നൻസി ഒന്നുമില്ല. ബാപ്പ ഉമ്മ പൂട്ടിപ്പോകുന്ന വാതിലുകൾ കാമുകന് വേണ്ടി തുറന്നു കൊടുക്കുന്ന മക്കൾ. എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. അതിനിടയിൽ ഈ കുട്ടികളുടെ തലച്ചോറിനെ കാർന്ന് തിന്നുന്ന സ്വതന്ത്ര ചിന്ത മറ്റൊന്ന്. കുട്ടി കാണുന്ന റീൽസും ഷോർട്സും ഒക്കെ വല്ലാത്തൊരു ലോകത്തേക്ക്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കാണുന്ന റീൽസ് മേക്കപ്പിന്റെ റീൽസാണ്, ഭംഗി കൂടുന്നതിനെ കുറിച്ചുള്ള റീൽസാണ്, ഷേപ്പ് കൂടുന്നതിനെ കുറിച്ചുള്ള റീൽസാണ്. ചിന്തിച്ചു കുട്ടികൾ കാണുകയാണ്. അതൊക്കെ അതിന്റെ കൂടെ കാണുന്നത് ഈ സ്വതന്ത്ര ചിന്തയാണ്. ചുണ്ട് ചോപ്പിക്കാത്ത മക്കളില്ല. മക്കനയിട്ട പർദ്ദയിട്ട കുട്ടികൾ പോലും ചുണ്ട് ചോപ്പിച്ച് സ്കൂളിൽ വരിക. കുട്ടിന്റെ തലച്ചോറിനകത്ത് ഈ സ്വതന്ത്ര ചിന്തയുടെ വിത്ത് അത് മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. വല്ലാത്തൊരു സ്വാതന്ത്ര്യബോധമാണ് കുട്ടികൾ. ഉണ്ടോ? ആൺകുട്ടി 14കാരൻ ഉമ്മയോട് പറയണത്, എന്നെ നിയന്ത്രിക്കണ്ട, ഞാൻ വലിയ ആളാണ്. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നൊരു പെൺകുട്ടി, അവക്ക് വയസ്സ് 17. എന്റെ മുമ്പിൽ വരുമ്പോ ജൂൺ മാസം, സ്കൂള് തുറന്ന മാസം. അവള് +1 കഴിഞ്ഞ് +2 പാസ്സായി നിൽക്കുക. ജൂണാ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് ഉമ്മയും ബാപ്പയും കൊണ്ടുവന്നത്. പ്രേമാണ് വിഷയം. ഒരു നിലക്കും ബാപ്പാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത പ്രേമം. ആ പെൺകുട്ടി മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ കുറേ സംസാരിച്ചിട്ട് ആ കുട്ടിയോട് അവസാനം ചോദിച്ചു, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? അപ്പൊ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? 18 വയസ്സാവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാനൊന്നും മിണ്ടിയില്ല, ചിരിച്ചു. ഉമ്മനെയും ബാപ്പനെയും വിളിച്ചിട്ട് ഞാൻ സമാധാനിപ്പിച്ചു, സാരല്ല, മോളല്ലേ, കുട്ടിയല്ലേ, ശരിയായിക്കോളും. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുക. ആ ഉമ്മാന്റെ കണ്ണില് കണ്ണീർ തുള്ളികൾ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കണേ. മുഖത്താകെ പെയ്യാൻ നിൽക്കുന്ന മേഘമുറ്റി നിൽക്കുന്ന മാനം പോലെ ആ ഉമ്മ ഇങ്ങനെ കനത്ത് നിൽക്കാണ്. ഞാനിങ്ങനെ പറഞ്ഞ്, സാരല്ല, ടെൻഷൻ അടിക്കണ്ട, ശരിയാവും, കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടി വീണ്ടും കൈ ഉയർത്തി ഉമ്മാന്റെ നേരെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞ വാക്കുകൾ അതേപോലെ ഉമ്മാനോട് പറഞ്ഞു. ഇതിനെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? 18 ആവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദിച്ചു, മോക്ക് എപ്പോഴാ 18 ആവുക? ആ കുട്ടി പറഞ്ഞു, ഓഗസ്റ്റ് 8-ന് എനിക്ക് 18 ആവും. ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓഗസ്റ്റ് 8-ന് ആ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടും. 18 വയസ്സ് എന്നത് സകല തമ്മാടിത്തങ്ങൾക്കുമുള്ള ലൈസൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ കുട്ടികൾ. വല്ലാത്ത ഒരു സ്വാതന്ത്ര്യബോധം. ഉണ്ടോ? എന്നാരും നിയന്ത്രിക്കണ്ട, ഞാൻ പറഞ്ഞതേ നടക്കുള്ളൂ, ഞാൻ എന്റെ ഇഷ്ടം പോലെ നടക്കുമെന്ന് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ലാസ് റൂമിനകത്ത് അധ്യാപകർക്ക് ഒരു നിയന്ത്രണമില്ല. എന്റെ മുമ്പിലിരിക്കുന്ന അധ്യാപകരുണ്ടാകും, ഒരു നിയന്ത്രണമില്ല. കുട്ടി പറയുന്ന വാക്കതാ, നിങ്ങൾ പഠിപ്പിച്ചാൽ മതി, എന്റെ തന്തയാവണ്ട. ഭാഷയോട് പറയുന്ന വാക്കാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുമായി കൊഞ്ചിക്കുഴഞ്ഞു നിൽക്കുന്നത്. റിട്ടയർമെന്റിന് 2 വർഷം മാത്രം ബാക്കിയുള്ള 23-30 വർഷം സർവീസുള്ള ഒരു ടീച്ചർ കാണുക. ആ ടീച്ചർ നേരെ സ്കൂളിലേക്ക് വന്നു. ആ കുട്ടി ഇരിക്കുന്ന ക്ലാസ്സിൽ ചെന്ന് കുട്ടിയുടെ ക്ലാസ്സിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞ്
2-3 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ക്ലാസ് അവസാനിപ്പിച്ച് തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ രണ്ടാമത്തെ ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടിയുടെ തോളിൽ ഇങ്ങനെ തട്ടി ടീച്ചർ പറഞ്ഞു, മോള് വാ, ഒരു കാര്യം പറയട്ടെ. ആ കുട്ടി എഴുന്നേറ്റു, ടീച്ചറെ കൂടെ നടന്നു. വരാന്തേ കൂടെ നടക്കുമ്പോൾ ഈ ടീച്ചർ പഠിപ്പിച്ചതാണ് ആ കുട്ടീന്റെ ഉമ്മായി. ആ കുട്ടീന്റെ ഉമ്മ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ എന്റെ മോള് കേട്ടോ, ശ്രദ്ധിക്കണം, അത് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വരാന്തേ കൂടെ നടക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ ചോദിച്ചു ഉമ്മയെ കുറിച്ച്, പാപ്പയെ കുറിച്ച്. ഗൾഫിൽ പാപ്പക്ക് ജോലിയൊക്കെ ഇല്ലേ മോളെ? ആ പ്രശ്നമൊന്നുമില്ല, ഒക്കെ സുഖാണ്, ഒക്കെ സുഖാണ്. കുട്ടി ഇങ്ങനെ ടീച്ചറെ കൂടെ വരാന്തേ കൂടി വർത്താനം പറഞ്ഞ് നടന്ന് സ്റ്റാഫ് റൂമിനടുത്തെത്താൻ നേരത്ത് ഈ ടീച്ചർ കുട്ടിയെ അല്പം കൂടി ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോളെ ടീച്ചർ ഇങ്ങനെ വരുമ്പോ അങ്ങാടിയില് മോള് ഒരു ഓട്ടോറിക്ഷക്കാരനോട് ഇങ്ങനെ കൊഞ്ചിക്കൊഞ്ഞ് വർത്താനം പറയുന്നത് കണ്ടു. ടീച്ചർക്ക് മനസ്സിലാവും അത് എന്ത് തരം ബന്ധാന്നൊക്കെ. അതുകൊണ്ട് മോളെ അത് വേണ്ട എന്ന് ടീച്ചർ പറയുന്നതിന് മുമ്പ് 2 സ്റ്റെപ്പ് പിറകോട്ട് വെച്ചിട്ട് ആ കുട്ടി 6ാം ക്ലാസ്സുകാരി 12 വയസ്സുകാരി ആ ടീച്ചറോട് 10-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറോട് മുഖത്ത് നോക്കി പറഞ്ഞത്, ടീച്ചറെ എന്റെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ടീച്ചർ 2 വർഷം കൂടി റിട്ടയർമെന്റ് ഉള്ള ടീച്ചർ ഈ വർഷം തന്നെ പിരിഞ്ഞു പോവാമെന്ന് തീരുമാനിച്ചു. എന്നെ കണ്ടപ്പോൾ എന്നോട് ടീച്ചർ പറഞ്ഞത് എന്താ പറയുക, ഞാൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ പിരിയണ വെച്ചപ്പോൾ, ഞാൻ ഇനി ഈ സ്കൂളിൽ ശരിയാവില്ല, ഇനി നമുക്ക് ഇതിൽ റോളില്ല, പെട്ടെന്ന് പിരിഞ്ഞു പോവുകയാണ് നല്ലത്. ടീച്ചറുടെ വാക്ക്. വല്ലാത്ത ഒരു കാലം. ഇനി ടെക്സ്റ്റ് ബുക്കുകൾ വരാൻ പോകുന്നു, പുതിയ ടെക്സ്റ്റ് ബുക്ക്. എന്തൊക്കെയാണ് അതിൽ കുത്തി നിറച്ചത്, എന്ത് മതനിരാസമാണുള്ളത്, LGBTQIA പൊളിറ്റിക്സ് ഉണ്ടോ? സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ വരാനിരിക്കുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ വല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. അവിടെ മതനിരാസത്തിന്റെ സ്വതന്ത്ര ചിന്തയുടെ വിത്തുകൾ കുട്ടിയുടെ ചെവിക്കകത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് അതിങ്ങനെ പൊട്ടിമുളയ്ക്കാണ് നമ്മുടെ വീടകങ്ങളിൽ. അതിനിടയിൽ നമ്മുടെ കുട്ടിയെ നമുക്ക് വളർത്തണം. ഇതാണ് നമ്മുടെ കൗമാരത്തിന്റെ, ആധുനിക കൗമാരത്തിന്റെ പ്രശ്നം. നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു ന്യൂനപക്ഷമാണ് ഈ ചിന്ത ചിന്തിക്കുന്നത്. കോഴിക്കോട് ടൗണിനടുത്തുള്ള ഒരു സ്കൂള്, ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ്. പറഞ്ഞാൽ നിങ്ങൾ അറിയും, ഞാൻ അതുകൊണ്ട് പറയുന്നില്ല സ്കൂളിന്റെ പേര്. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് ഇരിക്കാൻ വയ്യ. കാരണം എന്താണെന്നറിയോ, എന്നും ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന ഹെഡ് മാസ്റ്ററുടെ അടുത്ത് രക്ഷിതാക്കൾ വന്ന് ചോദിക്കുന്ന ചോദ്യം, എന്റെ മോന്റെ സ്വകാര്യ കാര്യങ്ങളിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്ന രക്ഷിതാവ് എന്ന് ചോദിക്കുക. അപ്പൊ രക്ഷിതാക്കൾക്ക് വേണ്ടി മാറ്റം, പുതിയ രക്ഷിതാക്കൾക്ക്. കുട്ടി മുടി അല്പം നീട്ടിയ സ്കൂളിൽ നിന്ന് മുടി വെട്ടാൻ പറഞ്ഞു കുട്ടിയോട്. കുറച്ച് മുടി ഇങ്ങനെ നീണ്ട് വൃത്തികേടായപ്പോ മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, മുടി വെട്ടണം, ഇങ്ങനെ മുടി വെച്ച് സ്കൂളിൽ വരരുത്, ഇതൊരു രസമില്ല, സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ചെറുക്ക നേരെ വീട്ടിൽ പോയിട്ട് അവന്റെ പാരന്റ്സിനോട് പറഞ്ഞു, മുടി വെട്ടാൻ. ഉടനെ അവന്റെ അച്ഛൻ ചോദിച്ച ചോദ്യം, ആരാ പറഞ്ഞു? ടീച്ചറും ഹെഡ് മാഷും ഒക്കെ പറഞ്ഞു. ശരി, നാളെ ഞാനും വരാം സ്കൂളിലേക്ക്. ആ രക്ഷിതാവ് സ്കൂളിൽ വന്ന് ആ ചെറുക്കനെ അടുത്ത് നിർത്തിയിട്ട് ഹെഡ് മാഷോട് പറയാണ്, മുടി നീട്ടാൻ പറ്റില്ല എന്ന് KSRലുണ്ടോ? ഇയാൾ പറഞ്ഞു, ഇല്ല. സ്കൂളിന്റെ റൂളിലുണ്ടോ? ഇല്ല. നിയമമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ മാഷ് എന്റെ കുട്ടീനോട് മുടി വെട്ടാൻ പറഞ്ഞത്? മാഷ് പറഞ്ഞു, അത് അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുണ്ടോ മുടി വെട്ടണം? അതുകൊണ്ട് എന്റെ മോൻ ഇന്ന് മുതൽ സ്കൂൾ കഴിയണ വരെ മുടി വെട്ടൂല. ആരാ പറയണേ? രക്ഷിതാവ്. ആ ചെറുക്കന്റെ മുടി ഇപ്പൊ പെണ്ണുങ്ങളെ വായിലുണ്ടോ? ആരുടെ വാശി? രക്ഷിതാവിന്റെ. ഇങ്ങനെയാണ് നമ്മുടെ കുട്ടിയെ നമ്മൾ സ്കൂളിലേക്ക് വിടേണ്ടത്. ഇനി സ്കൂളുകൾക്കകത്തോ ഗവൺമെന്റ് നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നത് 70% കുട്ടികൾ മയക്കുമരുന്നിന് അടിമയാണ് എന്ന്. രാസലഹരികൾ ഇങ്ങനെ വ്യാപകമായ ഒരു കാലം. ആരാ പറയണത്? ഗവൺമെന്റ്. ഒരു 5 വർഷത്തിനുള്ളിൽ 10,000 ചില്ലുവാനം പേരെ ഗവൺമെന്റിന്റെ കേന്ദ്രത്തിൽ വെച്ച് ലഹരി ഉപയോഗിച്ചതിന് കൗൺസിലിംഗ് നടത്തിയെന്ന് ഗവൺമെന്റിന്റെ റിപ്പോർട്ട്. ഒരു വർഷം 15 കിലോ MDMA പോലെയുള്ള രാസലഹരികൾ എക്സൈസ് പിടിച്ചെടുക്കുന്നു എന്ന് ഗവൺമെന്റിന്റെ കണക്ക്. അതിന്റെ 20-30 ഇരട്ടി നാട്ടിലിറങ്ങി അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നു എന്ന് ഗവൺമെന്റിന്റെ കണക്ക്. നമ്മുടെ കുട്ടിയെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആലോചിച്ചു. അപ്പോ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ കൗമാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പരത്തി പറയുന്നില്ല, സമയം വളരെ കുറവാണ്.
പറയുന്നില്ല. എന്താ നമ്മൾ ചെയ്യുക? ആദ്യം ചെയ്യേണ്ടത് അറിവ് നേടുക എന്നതാണ്. കൗമാരം എന്ന് പറയുന്ന ഒരവസ്ഥ, ആ അവസ്ഥയെ കുറിച്ച് അറിവ് നേടുകയാണ് ആദ്യത്തത്. എന്താ നമുക്ക് അറിവ് നേടേണ്ടത്? നമ്മൾ ചിന്തിക്കുക, മനുഷ്യൻ എന്ന ജീവിയുടെ വളർച്ചയുടെ 5 ഘട്ടങ്ങളുണ്ട്. അവന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ 5 ഘട്ടങ്ങൾ. അതിൽ ഒന്നാമത്തത് ശിശു, ശൈശവം എന്ന ഘട്ടം. ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ 2 വയസ്സ് വരെ അവനെ വിളിക്കുന്ന പേര് ശിശു, ശൈശവം. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ബാല്യം, ചൈൽഡ്. ആ കുട്ടിയെ പറയുക ബാല്യം. 12 വയസ്സാകുമ്പോൾ പെൺകുട്ടി പ്രായപൂർത്തിയാകും, ആൺകുട്ടിയും പ്രായപൂർത്തിയാകും. അതിനുശേഷം 13 മുതൽ 19 വയസ്സ് വരെയുള്ള 7 വർഷത്തെയാണ് കൗമാരം എന്ന പേരുകൊണ്ട് നാം വിളിക്കുക. അവിടെയാണ് ആദ്യത്തെ അറിവ് നേടേണ്ടത്. 13 വയസ്സായാൽ 13, 14, 15, 16, 17, 18, 19, ടീനേജ് എന്ന് പറയും. 7 കൊല്ലം ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സുപ്രധാനമായ 7 കൊല്ലം. നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളിങ്ങനെ ഈ കഥയൊക്കെ കേട്ട് കുട്ടികളൊക്കെ പ്രശ്നമാണ്. നമുക്ക് നമ്മുടെ കുട്ടിക്ക് ഒരു ഇരുമ്പ് കൂട്ടിനൊക്കെ തടച്ചിടാൻ കഴിയില്ല. അവന് സമൂഹത്തിലേക്ക് ഇറക്കണം. ഈ എല്ലാ പ്രശ്നങ്ങളുള്ള സമൂഹം, അതേ കുട്ടി ഇറങ്ങണം. വേണ്ടേ? ഇറങ്ങണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അറിവ് നേടുക. എന്താ അറിവ്? ഇതാ കൗമാരം. എത്ര വയസ്സാ? 13 വയസ്സിൽ തുടങ്ങും. 13 വയസ്സിൽ തുടങ്ങി 19 വയസ്സിൽ അവസാനിക്കുന്ന കൗമാരം. 20 വയസ്സായാലോ അവൻ അഡൾട്ട്, യൗവനമായി, യുവാവായി, യുവതിയായി. അപ്പൊ ഒരു മനുഷ്യൻ യുവാവും യുവതിയുമാകുന്നതിന് തൊട്ട് മുമ്പുള്ള 7 വർഷക്കാലം, ചെറിയൊരു കാലം, എന്റെ പേരാണ്. ഈ സമയം വളരെ പ്രധാനമാണ്. ഒരു കുട്ടിയെ വളർത്തുമ്പോ ഒരു ഉമ്മ, ആ ഉമ്മ ഉറക്കമൊഴിഞ്ഞ് കുട്ടിയുടെ കൂടെ നിന്ന ഒരു കാലം ഉണ്ടാവും. കുട്ടീന്റെ ചെറുപ്പത്തിൽ അത് പാലുടിക്കാൻ വേണ്ടിയിട്ട് കുറെ ഉറക്കൊഴിഞ്ഞിണ്ടാവും. കുട്ടിക്ക് ഒരു പനി വന്നാൽ ഉറക്കൊഴിഞ്ഞിണ്ടാവും. കുട്ടി വീഴുവോന്ന് ഇങ്ങനെ നോക്കി നടക്കും. മറപ്പടിയുടെ മുകളിൽ കുട്ടി എത്തിയാൽ ഓടിച്ചെന്ന് പിടിക്കും. ആ കുട്ടി തടഞ്ഞു വീഴും എന്ന് കരുതി ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ണിന്റെ മുകളിൽ കൊണ്ടു നടക്കുന്ന ഒരു സമയമുണ്ട് ഉമ്മാക്ക്. കുട്ടീന്റെ ചെറുപ്പം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഈ കുട്ടിയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഉറക്കമൊഴിയേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്, ചേർത്ത് നിർത്തേണ്ടത് കൗമാരത്തിലാണ്. കുട്ടി 13 വയസ്സായാൽ പിന്നെ നമ്മൾ റോങ് ആവരുത്. അവിടെയാണ് നമ്മൾ ആദ്യത്തെ കാര്യം. ആ കുട്ടി വലിയ മനുഷ്യനാകുന്നു എന്ന് മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ടോ ആ കുട്ടിയെ ചെയ്യേണ്ട പണിയുടെ പേരാണ് ചേർത്ത് പിടിക്കൽ എന്ന്. അതാണ് ഞാൻ പറഞ്ഞ അറിവ്. അവനങ്ങ് ചേർത്ത് പിടിക്കണം. 14 വയസ്സുള്ള കുട്ടിയെ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, അടികൊടുത്ത്, തെറി പറഞ്ഞ് നന്നാക്കാൻ നിങ്ങൾ കരുതരുത്. അവനെ ചേർത്ത് പിടിക്കണം. ഉപ്പാന്റെ കൂടെ കണ്ട് ചേർത്ത് നിർത്തണം. ഉമ്മാന്റെ കൂടെ കണ്ട് ചേർത്ത് നിർത്തണം. എന്തു രസമുണ്ട് കണ്ടോ? അവിടെയാണ് ആ കുട്ടി നമ്മളോട് ഇങ്ങനെ ചേരുക. നമ്മൾ എന്താ ചെയ്യാ? കുട്ടി വലുതാകുമ്പോൾ ഇങ്ങനെ അകറ്റി നിർത്താൻ തുടങ്ങും. അകറ്റി നിർത്താൻ. വലിയ വീടാ നമ്മുടേത്. കുട്ടികൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ റൂമാ അല്ലേ? ഞാനൊരിക്കല് ഒരു വീട്ടിൽ പോയപ്പോ ഒരു ബാപ്പയും ഉമ്മയും മക്കളും ഉള്ളത്. ചെറിയ കുട്ടിക്ക് 2.5 വയസ്സോ 3 വയസ്സോ പ്രായം. ചെറിയ കുട്ടിക്ക് പാലുകൂടി കഴിഞ്ഞ കുട്ടിയാണ്. അതാണ് ചെറുത്. 3ാമത്തെ കുട്ടിയാണ്. ആ കുട്ടി 3 കുട്ടികളുണ്ട്, ഭാര്യയും ഭർത്താവുണ്ട്. ആ വീടുണ്ടാക്കിയപ്പോ 6 റൂമുണ്ട് വീട്ടിൽ. 6 റൂം. താഴത്ത് 3 ബെഡ്റൂം, മേലെ 3 ബെഡ്റൂം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഇത് എന്തിനാ? ഞങ്ങൾക്കാകെ 3 കുട്ടികളാണല്ലോ, നിങ്ങൾ 4 റൂമൊക്കെ പോരെ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞ എന്താ അറിയോ? 2 കുട്ടികളും കൂടി വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അവർക്കും കൂടി ഉള്ള റൂമാണ് ഉണ്ടാക്കി. ചിന്തിച്ചു നോക്കിയെങ്കിൽ ഈ ഭൂമിക്ക് ഇന്ന് വരെ വരാത്ത കുട്ടിക്കും വീടുണ്ടാക്കി, റൂമുണ്ടാക്കി. നമ്മളൊക്കെ വലുതാകുമ്പോഴോ നമുക്ക് എപ്പോഴാണ് റൂം കിട്ടിയ? കല്യാണം കഴിച്ചപ്പോലെ. അതുവരെ എന്തെങ്കിലും പരിപാടി എവിടെയെങ്കിലും ഒരു മൂലക്കിൽ പായിട്ട് കിടക്കും. ഇപ്പോഴോ നമ്മുടെ കുട്ടി തെറ്റിയാല് ആദ്യം ചെയ്യുന്ന പണി എന്താ? ഒറ്റ ഓട്ട പാപ്പുണ്ടാക്കി കൊടുത്ത് റൂമിനകത്ത് കയറും, വാതിലടയ്ക്കും, കുറ്റിയിടും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെ തെറ്റിയാ? കുറ്റിയിടാ റൂമില്ല. അപ്പൊ കിടക്കട പായിന്റെ മൂലൊക്കെ പോയി നിൽക്കും. അവിടെ ഇട്ടുമ്പോ തല്ലും. അവിടെ അടുത്തല്ല, മൂലക്കിലിട്ട് കിട്ടും തല്ല്. ആ തല്ലും വാങ്ങിയാണ്ട് ഒഴിഞ്ഞിങ്ങനെ നിൽക്കും. വേണ്ടില്ലേ, പിന്നെ പിണങ്ങൂല. നമ്മുടെ കുട്ടിയോ റൂം കുറ്റിയിട്ട് ഇരുന്നു.
ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് പോലും റൂമുള്ള ഒരു കാലം. ആ വീടിനകത്ത് കുടുംബമില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ കുടുംബമില്ലല്ലോ, എല്ലാവരും ഓരോ തുരുത്തിൽ ഇങ്ങനെ കയറി വായിലടക്കി. ഒരു ഉമ്മ, ഒരു ഉപ്പ എന്നെ കാണാൻ വരികയാണ്. എന്നെ കാണാൻ വന്നിട്ട് ഞാൻ ചോദിച്ചു, കൂടെ ആരാണുള്ളത്? സാധാരണ വാപ്പയും ഇവരും മക്കളുണ്ടാവും കൂടെ. ഒരു ആരുമില്ല, ഞങ്ങൾ മാത്രം വന്നതാ. എന്തേ? സങ്കടം പറയാൻ. ഞാൻ ചോദിച്ചു, സങ്കടം കൊണ്ട് എന്താ കാര്യം? വെറുതെ ഒന്ന് പറയാൻ വന്ന. എന്താ സങ്കടം? ഒറ്റ മോനാ, 2 പെൺകുട്ടികളാണ്. ഈ മകൻ A+, 10ാം ക്ലാസ്, +2 A+, പഠിക്കുന്ന ചെക്കന. ഉമ്മയും ബാപ്പയും അവനെ ദൂരെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ട് ചേർത്തു. ഉണ്ടോ? മിടുക്കനാ, പഠിച്ച് മിടുക്കനായി 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ വിജയിച്ച് അവൻ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഉമ്മ വിചാരിച്ചത് എന്താ? അവൻ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി അടിപൊളിയായിട്ട് തിരിച്ചു വരുന്ന ആ ചെറുക്കൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്നിട്ട് ഇപ്പൊ എന്താന്നറിയില്ല സാറേ, അവൻ വരും, ഫോൺ ഉണ്ടാവും കയ്യിൽ, ഒറ്റ പോക്കാ റൂമൊക്കെ, എന്നിട്ട് അതിലടച്ചു കുറ്റിയിട്ട് ചോറുന്ന വിളിച്ചാൽ വരൂല. നിങ്ങൾ കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. ഒന്ന് വിളിച്ചാ വരൂല. വീട്ടിൽ ആരെങ്കിലും വന്നാ വരൂല. ഉമ്മ വിളിച്ച് കോണിപ്പടി കയറി ഇറങ്ങി മുട്ടുകാല് വേദനിക്കാൻ തുടങ്ങി. ഉമ്മാന്റെ ചെറുക്കം വിരില്ല, മുണ്ടില്ല. ആ ഉമ്മ സങ്കടത്തോടെ പറയണു, എന്റെ കുട്ടി എന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഉമ്മാന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ കഴിയാത്ത എന്തിനാണ് ഈ മക്കളെ നിങ്ങൾ പോറ്റിയത്? നിങ്ങൾ ചിന്തിച്ചു. പാപ്പ പറയാ, എനിക്കാണ് കാണാൻ തന്നെ കിട്ടില്ല. എന്തിനായി നമുക്ക്? ഇവിടെയാണ് 13 വയസ്സാകുമ്പോൾ ഈ കുട്ടിയെ എങ്ങനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ച് ഇങ്ങനെ അകറ്റല്ല, അടുപ്പിച്ച് നിർത്താൻ വേണ്ടത്. എന്താ നിങ്ങൾ എങ്ങനെ അടുപ്പിച്ച് നിർത്തുക? അവന് സ്നേഹം കൊടുത്ത് അവന്റെ സുഹൃത്തായി. ആ പെൺകുട്ടിയാ നിങ്ങൾക്കുള്ളത് എങ്കിൽ ആ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഉമ്മയായി മാറണം. എപ്പോഴും പിറകെ നടന്ന് കുറ്റപ്പെടുത്തരുത്, എപ്പോഴും പിറകെ നടന്ന് നന്നാക്കാൻ ശ്രമിക്കരുത്. ആ കുട്ടിയെ സുഹൃത്തായി ചേർത്ത് പിടിക്കണം. എങ്കിൽ മാത്രമേ ആധുനിക കാലത്തെ ഒരു കുട്ടിയെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പണ്ടത്തെ പാരന്റിങ്ങിന്റെ രീതികൾ ഉപയോഗിച്ച് കുട്ടിയെ പറ്റാൻ ശ്രമിക്കരുത്. ഞാനൊക്കെ നന്നായതേ ബാപ്പാന്റെ അടിയെല്ലാം കിട്ടിയിട്ടാ, ഓനെ നന്നാക്കാൻ എനിക്കറിയാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാലം മാറിപ്പോയി സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടി എത്ര കുട്ടികളാന്നറിയോ നാട് വിട്ടുപോണ്? എത്ര എന്നും വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാനില്ല. എന്താ കാരണം? പുതിയ സ്റ്റൈലാപ്പത്. കുട്ടിയൊക്കെ ഒരു പേടിയില്ല, ഒരു പ്രശ്നമില്ല. കാണാതായി 11 ദിവസം കാണാതായി ഒരു ചെറുക്കനെ. 11 ദിവസം കാണാതായി. 11 ദിവസം ആയപ്പോ പേടിയാവാൻ തുടങ്ങി. പക്ഷെ 12ാമത്തെ ദിവസം ഇവനെ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചിട്ടും അവൻ പോലീസിനോട് പറയണത് എനിക്ക് വീട്ടിൽ പോണ്ടെന്ന്. അവൻ കുളിച്ചിട്ട് ദിവസങ്ങളായി. അവനതൊരു പ്രശ്നമില്ല. ഭക്ഷണം എവിടുന്നെങ്കിലൊക്കെ കിട്ടും, ആരെങ്കിലും വാങ്ങിത്തരും. ഉണ്ടോ? ഞാനെങ്ങനെ നടക്കുന്നത്? എന്തിനാ നാട് വിട്ടു പോയത്? ഉത്തരം എന്താ? വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, ഫോണ് വാങ്ങിത്തരില്ല, കളിക്കാൻ സമ്മതിക്കില്ല. കുട്ടികൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കുട്ടിയെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തേണ്ടത്. എല്ലാ കുട്ടികളും അങ്ങനെയാണ്. ഈ അടുത്ത് കാണാതായി ഒരു ചെറുക്കനെ കൊണ്ട് എന്റെ അടുത്ത് വരികയാണ്. അവനെ കാണാതായിട്ട് ഗോവയെന്നാ കിട്ടിയത്. അവൻ വന്ന് എന്റെ മുമ്പിൽ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുക. പാപ്പ ഭയങ്കര ബേജാറില്ല. ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ പോയത്? അവന്റെ ഉത്തരം എന്താ? പറഞ്ഞതൊന്നും പാപ്പ കേൾക്കില്ല. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്താ. ഞാൻ ചോദിച്ചു, ഇപ്പോഴോ? ബാപ്പൊക്കെ സമ്മതിച്ചു. അപ്പൊ ഞാൻ ബാപ്പാനോട് ചോദിച്ചു, എന്താ പ്രശ്നം? അതിപ്പോ നിവൃത്തിയില്ല, ഇനിയോ പോയാൽ എന്റെ മാനം പോലെ നാട്ടിൽ തല ഉയർത്തി നടക്കണ്ടേ? ഇപ്പം തന്നെ മാനക്കേട് എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും വന്ന് ഇന്നാളെ മോൻ പോയി. അപ്പൊ ഞാൻ ബാപ്പനോട് ചോദിച്ചു, ഇനിയോ വലിയ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലോ? കൊടുക്കാൻ നിവൃത്തിയില്ല, ഇനിയോ പോവും. ഇനി എന്താ പ്രശ്നം? 8ാം ക്ലാസ്സുകാരനായ ആ ചെറുക്കൻ ഗോവയ്ക്ക് ഒറ്റയ്ക്ക് പോയി പഠിച്ചു. ഇനി അവൻ പോവാൻ സുഖമുള്ളൂ. ഒരു പ്രാവശ്യം പോകുമ്പോഴല്ലേ ടെൻഷനുള്ളൂ. ഇനി ബാപ്പനോട് പറയാൻ എന്താ? ബാപ്പാ ശരി മോനെ, ശരി അല്ലെങ്കിലോ ഗോവ. 5 പൈസന്റെ ആവശ്യമില്ല, കുട്ടികളാരും പിടിക്കൂലല്ലോ. ഗോവയൊക്കെ പോണത് ചിന്തിച്ചു. അവിടുന്ന് പോലീസ് പിടിക്കുന്നവനെ ഗോവയിൽ നിന്ന്, ഗോവ ബീച്ചിൽ നിന്ന് പോലീസ് ഒറ്റയ്ക്ക് നടക്കുന്ന ചെറുക്കനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ കേരളത്തിലെ നിലമ്പൂരിൽ നിന്ന് ഒളിച്ചോടിയ ചെക്കനാന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഭാഗം ആൺകുട്ടിയുമായി ബന്ധപ്പെട്ട്
മറ്റൊരു ഭാഗം പെൺകുട്ടികൾ, ഉമ്മ കാണാതെ ഉപ്പ കാണാത്ത ധാരാളം ബന്ധങ്ങൾ, പ്രേമങ്ങൾ, പ്രശ്നങ്ങൾ, അകപ്പെട്ടു പോവൽ. എന്നിട്ടോ അവസാനം ഒന്നും ചെയ്യാൻ കഴിയാതെ ഭയങ്കരമായ മാനസികമായ പ്രശ്നങ്ങളുമായിട്ട് കുറെ മക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാ ഞാൻ പറഞ്ഞത്, അറിവ് വേണം നമുക്ക്. ഈ മക്കളെ പഴയ തന്ത്രം ഉപയോഗിച്ച് വളർത്താതെ പുതിയ തന്ത്രം ഉപയോഗിക്കണം. എന്താ പുതിയ തന്ത്രം? ചേർത്ത് പിടിക്കലാണ്. ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് തല്ലിയിട്ട് കാര്യമില്ല. കാരണം അതിനൊക്കെ അപ്പുറത്താ വരും. അപ്പോഴോ ഇവരെ ചേർത്ത് പിടിക്കണം. ഒരു ചെറുക്കൻ +2 പഠിക്കണം. സ്കൂളിൽ നിന്ന് മാഷ് 6 ചെറുക്കന്മാര്, ഇവനുൾപ്പെടെ 6 പേര് സിഗരറ്റ് വലിക്കുന്നത് മാഷ് കണ്ടു. ഒരു ഒഴിഞ്ഞ പറമ്പിൽ, ഒരു വീട്ടിൽ, ആ വീടിന്റെ അടുത്ത് നിന്ന് അവർ 6 പേര് സിഗരറ്റ് വലിക്കാൻ. ഇത് മാഷ് കണ്ടു. മാഷ് വീഡിയോ എടുത്തു, ഹെഡ് മാഷക്ക് കൊടുത്തു. ഹെഡ് മാഷ് 6 കുട്ടികളെ തിരിച്ചറിഞ്ഞു. പ്രിൻസിപ്പൽ +2 ഈ 6 പേരെയും വിളിച്ചു, രക്ഷിതാക്കളെ വരുത്തി. ഈ 14 ദിവസം സസ്പെൻഡ്. 14 ദിവസം ഈ കുട്ടികളെ സസ്പെൻഡ് ചെയ്തു. 14 ദിവസം സസ്പെൻഷൻ കൊടുത്തിട്ട് രക്ഷിതാക്കളോട് ഈ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഒരു കൗൺസിലിംഗ് കൊടുക്കണം. കൗൺസിലർ ഒരു കത്ത് തരണം. ഈ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് എന്നും ഇനി ഈ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും ധൈര്യത്തിൽ കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ ഫിറ്റാണ് എന്നും ഒരു കൗൺസിലർ കത്ത് നൽകണം. എങ്കിൽ മാത്രം 15ാമത്തെ ദിവസം നിങ്ങൾ കൊണ്ടുവന്നോ, ഞങ്ങൾ സ്കൂളിൽ കയറ്റാം. 6 കുട്ടികളെ പുറത്താക്കി. ഒരു കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വരിക. നമ്മൾ മയക്കുമരുന്നും മദ്യവും ഒക്കെ ഉള്ള ഒരു കാലത്തെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഒരു കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വരിക. അവനെ കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുമ്പിൽ അവൻ ഇരിക്കുകയാണ്. പിടിക്കപ്പെട്ടു, തെളിവുണ്ട്, ഇനി നിവൃത്തിയില്ലല്ലോ, കളവ് പറയാൻ കഴിയില്ല. അവൻ എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? സാറാ ഇങ്ങനെ സിഗരറ്റ് വലിച്ചപ്പോൾ പിടിച്ചാണ്. ഞാൻ പറഞ്ഞു, എപ്പോൾ തുടങ്ങിയടാ നീ സിഗരറ്റ് വലി? എത്ര വർഷമായി, എത്ര കാലമായി നീ സിഗരറ്റ് വലി തുടങ്ങിയിട്ട്? ആ ചെറുക്കൻ ഇങ്ങനെ ഓർത്ത് പറയുകയാണ്, സാറേ ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇവനിപ്പോ +2, 9, 10, 11, 3 വർഷമായിട്ട് അവൻ സിഗരറ്റ് വലിക്കുന്നു. 4ാമത്തെ കൊല്ലത്തിലേക്ക് കണ്ടോ? ഞാൻ അത്ഭുതത്തോട് കൂടി ചോദിച്ച 2ാമത്തെ ചോദ്യം, നിങ്ങളെ മനസ്സിലൊക്കെ ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഈ 9 പഠിക്കുന്ന ചെറുക്കൻ സിഗരറ്റും വലിച്ച് വീട്ടിൽ വന്നാ ഉമ്മാക്ക് മണക്കൂലേ? ബാപ്പാക്ക് മണക്കൂലേ? സിഗരറ്റിന് ഭയങ്കര മണ. ഇത് വലിച്ച് വീട്ടിലെത്തിയ മണക്കൂലേ മോനെ? നീ 9 സിഗരറ്റ് വലിച്ച് വീട്ടിൽ വന്നപ്പോ ഉമ്മാക്ക് മണക്കൂലേ, പാപ്പാക്ക് മണക്കൂലേ? നീ നുണ പറയുന്നു എന്ന് പറഞ്ഞപ്പോ ആ ചെറുക്കൻ താഴെ നോക്കി പറഞ്ഞൊരു വാക്കാണ് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ഇട്ടുവെക്കേണ്ട വാക്ക്. അവൻ പറയാ എന്നോട്, സാറേ എന്റെ വായിന്ന് വരുന്ന മണം, അത് മണക്കാനുള്ള അടുപ്പം എന്റെ ബാപ്പക്കും ഉമ്മക്കും ഇല്ല. അടുപ്പല്ല. പിന്നെ എങ്ങനെയാ മനസ്സിലാവും? ഇങ്ങനെ മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞത്, 1ാമത്തെ പരിഹാരം എന്താണ് കൗമാരം എന്ന അറിവ്. 2ാമത്തെ പരിഹാരം ചേർത്ത് പിടിക്കലാണ്. കണ്ടോ? ഇനി എന്താ അടുത്ത പരിഹാരം? 3ാമത്തെ പരിഹാരം എന്താ? കുട്ടികൾ ഇങ്ങനെയാണ്. എന്താ 3ാമത്തെ പരിഹാരം? ഒറ്റ കാര്യം. ഒരു മനുഷ്യൻ എപ്പോഴാ നന്നാവുക? എപ്പോഴാ മനുഷ്യൻ നന്നാവുക? നിങ്ങളൊക്കെ നന്നായത് എപ്പോഴാ? നന്നാവാൻ ഒറ്റ വഴിയുണ്ട്. എന്താ വഴി? ഒരു മനുഷ്യനെ നന്നാക്കാൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന വഴി എന്താ? ആ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോ റോട്ടിൽ കൂടി പോണ ആൾക്കാരൊക്കെ ഹെൽമെറ്റ് ഇടാൻ തുടങ്ങിയില്ലേ? സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങി, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. എന്താ കാരണം എന്നറിയോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ക്യാമറയുണ്ട്, AI ക്യാമറ അല്ലേ? ആ ക്യാമറ നമുക്ക് പേടിയാ. എന്താ കാരണം? മൂപ്പരൊക്കെ പിടിച്ചു കളയും. സ്പീഡ് കൂടിയോ ക്ലിക്ക് ചെയ്ത് കളയും. ബാക്കിലെ നമ്പർ പ്ലേറ്റ് ഉണ്ടാവും, മുന്നിലെ നമ്പർ പ്ലേറ്റ് ഉണ്ടാവും, നിങ്ങളെ ചിത്രം ഉണ്ടാവും. നിങ്ങൾ കണ്ടല്ലോ, കാമ്പി നല്ല ക്ലിയർ ചിത്രവും. എന്താ നിങ്ങള് ഭാര്യന്റെ സ്കൂട്ടറും കൊണ്ട് ഭർത്താവ് പോയി, ആ ഭർത്താവ് ഭാര്യ അറിയാതെ വേറൊരു പെണ്ണിനെ സ്കൂട്ടറിന്റെ ബാക്ക് കയറ്റി. നിങ്ങള് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഭാര്യന്റെ സ്കൂട്ടറാ, അവളെ പേരില്ല, അപ്പൊ അവക്കാ വരിക ഇതിന്റെ ഫോട്ടോ. അവളുടെ സ്കൂട്ടറും കൊണ്ടുപോയ ഭർത്താവ് ഭാര്യ അറിയാത്തൊരു പെണ്ണിനെ സ്കൂട്ടറിന്റെ ബാക്ക് കയറ്റി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ക്ലിങ് അങ്ങ് ഫോട്ടോ എടുത്തു. സ്കൂട്ടർ കൃത്യമാണ്, ഭർത്താവും കൃത്യമാണ്, ബാക്കിൽ ഇരിക്കുന്ന പെണ്ണിന്റെ മുഖം ക്ലിയർ ആണ്. പക്ഷെ അത് ഭാര്യയല്ല. വന്നതാർക്കാ? ഈ പെണ്ണിന് മെസ്സേജ് വന്നു, നിങ്ങൾക്ക് ബാക്കിൽ ഇരിക്കുന്ന ആളെ ഹെൽമെറ്റ് ഇട്ടില്ല, 1000 ഉറുപ്യ ഫൈൻ. 1000 ഉറുപ്യ അല്ല പെണ്ണ് നോക്കിയത്, ബാക്കിൽ ആരാന്ന് പറഞ്ഞു. കണ്ടോ? ആ പത്രവാർത്ത വന്നതിന് ശേഷം പിന്നെ ഭാര്യന്റെ സ്കൂട്ടറായിട്ട് ഒറ്റ ഭർത്താക്കന്മാരും ഇറങ്ങാറില്ല.
കാരണം എന്താ? ഭാര്യക്ക ഒളിപ്പിച്ചേക്കാൻ അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ വെച്ചപ്പോ നമ്മൾ എന്തൊരു ഡീസന്റ് ആയി അല്ലേ? ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ബോർഡ് ഉണ്ടാവും, ക്യാമറകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തൊരു ഡീസന്റാ, കോളറൊക്കെ ശരിയാക്കി റെഡിയാക്കി ഡീസന്റ് ക്യാമറ. ഈ കുട്ടി നന്നാവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയേക്കാൾ പവർഫുൾ ആയ ഒരു ക്യാമറ സംവിധാനം ഈ ഭൂമിയിലുണ്ട്. അതിന്റെ പേര് അള്ളാന്റെ കണ്ണ. അതിന്റെ മുകളിൽ ഒരാളും രക്ഷപ്പെടില്ല. ഈ ക്യാമറനെ പേടിച്ചിട്ട് ഇത്രയും മനോഹരമായിട്ട് നന്നായ കേരളീയർ ഒരള്ള ഇതെല്ലാം ഇതിനേക്കാൾ വ്യക്തമായി കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറനെ പറ്റിക്കാൻ പണിയൊക്കെ ഉണ്ട്. 3 ചെക്കന്മാര് ബൈക്കുമ്പോൾ പോയി, 3 ക്യാമറ കടന്നാ പോയത്. പോലീസിന് ഫൈനിടാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം എന്താ അറിയോ? ഒരു 3 ആളും ബൈക്കുമ്പോൾ കയറി, മുന്നിലെ നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ റിബൺ കെട്ടി, ഒരു റിബണാണ് കെട്ടി, നമ്പറാണ്, ഒരു കുറച്ച് ഭാഗം മറിഞ്ഞിക്കാണ്, നമ്പർ കിട്ടില്ലേ. ക്യാമറക്ക് നമ്പർ ഇട്ടുണ്ടേ. ക്യാമറ കടന്നു പോകുമ്പോ ബാക്കിലിരിക്കുന്ന ചെക്കൻ അവന്റെ കയ്യിലെ പുസ്തകം കൊണ്ട് നമ്പർ പ്ലേറ്റിന് മുകളിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ആ കാലിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിടിക്കൂലല്ലോ. മൂപ്പർക്ക് അമർത്താനല്ലേ പറ്റുള്ളൂ. മൂപ്പര് കുറെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. പോലീസുകാർ നോക്കുമ്പോ നോട്ട്ബുക്കാ കാണും, മുന്നില് നമ്പർ ക്ലിയർ. 3 ക്യാമറകളാണ് ത്രിബിൾ അടിച്ചു പോയ ഈ സ്കൂട്ടറുകാർ കടന്നുപോയത്. 3 ക്യാമറയും പോലീസ് ചെക്ക് ചെയ്തു. പക്ഷേ ചെക്കന്മാരുടെ ഡ്രസ് ഇട്ടു. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയെ നമുക്ക് എന്ത് ചെയ്യാം? പറ്റിക്കാം. എന്നാ പുസ്തകം കൊണ്ട് മറച്ചാലും റിബൺ കെട്ടിയാലും ശക്തമായ കോൺക്രീറ്റ് ബിൽഡിങ്ങിനകത്ത് അടച്ചിട്ടിരുന്നാലും നിങ്ങളെ കാണുന്ന ഒരു ക്യാമറ കണ്ണുണ്ട് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചിന്തിക്കാറുണ്ടോ? പെൺകുട്ടി, ഉമ്മ ഉറങ്ങി, ബാപ്പ ഉറങ്ങി, വീടുറങ്ങി, ഈ പെൺകുട്ടി പുതപ്പിനുള്ളിൽ നിന്ന് കാമുകൻ കൊടുത്ത മൊബൈൽ ഫോൺ പുറത്തെടുത്തിട്ട് വിളിയാ. ഈ കുട്ടി എന്താ വിചാരിക്കുന്നത്? ഉമ്മ കാണൂല, പാപ്പ കാണൂല, വീട്ടുകാരറിയില്ല, ആരും കാണൂല. പക്ഷേ ഒരാൾ കാണുന്നുണ്ട്. ആ കാഴ്ച നമുക്ക് എങ്ങനെയും മറയ്ക്കാൻ കഴിയില്ല എന്ന് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ചിന്തിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ നന്നാവുള്ളൂ. നിങ്ങൾ ചിന്തിച്ചോക്കെ, അല്ലെങ്കിൽ നന്നാവൂ. ഈ ചിന്ത കൊടുക്കാൻ CBSE സ്കൂളിലെ സിലബസിന് കഴിയില്ല, ഗവൺമെന്റ് സ്കൂളിലെ സിലബസിനും കഴിയില്ല. അപ്പൊ എന്താ പരിഹാരം? അതാ ഞാൻ അടുത്ത പരിഹാരം പറഞ്ഞത്. എന്താ? എന്തൊക്കെ ഒളിപ്പിച്ചാലും ഇത് കാണുന്നൊരു മനുഷ്യനുണ്ട്. തന്റെ മൊബൈൽ ഫോൺ ഒരു മൂലക്കൽ ഇരുന്ന് അടച്ചിട്ട മുറിക്കകത്ത് ആരും കാണില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി കർട്ടൻ നീക്കിയിട്ട് ഇരുട്ടാക്കി മൂലക്കൽ ഇരുന്നിട്ട് ഫോണിനകത്ത് നിങ്ങൾ തോണ്ടുന്ന വൃത്തികേടുകൾ കൃത്യമായി കാണുന്ന ഒരു ആള് മുകളിലുണ്ട്, ആകാശത്തുണ്ട്. അപ്പോഴോ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾ നന്നാവും. കുട്ടിന്റെ മനസ്സിലുണ്ടോ? കുട്ടി നന്നാവും. ഇല്ലേ, ഉമ്മയും ബാപ്പിയും കാണാത്തിടത്തെത്തുമ്പോ കുട്ടി പ്രശ്നവും. കേട്ടോ, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടുള്ള കോളേജിൽ മക്കനയിട്ട പർദ്ദയിട്ട കുട്ടിയെ കൊണ്ടുപോയി ചേർത്തി വാപ്പ. കണ്ണൂരിൽ നിന്ന് കൊണ്ട് ചേർത്തിയതാ കോഴിക്കോട്ടെ കോളേജിൽ. കുട്ടി ബാപ്പ ആകെ കുട്ടിയോട് പറഞ്ഞത്, മോളെ പർദ്ദയല്ലാത്ത ഒരു വസ്ത്രവും കോളേജിലേക്ക് ധരിക്കരുതെന്ന. ഓ റെഡി പാപ്പ. കണ്ണൂരിലെ കുട്ടി ഹോസ്റ്റലിലാ നിൽക്കണേ. അവള് വീട്ടിലേക്ക് വരും. ആഴ്ചയിലോ 2 ആഴ്ചയിലോ വീട്ടിലെത്തും. വീട്ടിൽ വന്ന് കയറുമ്പോ മക്കനയിട്ട് പർദ്ദയിട്ട് നല്ല അതമുള്ള പെണ്ണ്. വീട്ടിൽ നിന്ന് അവള് പോകും. തിങ്കളാഴ്ച രാവിലെ പാപ്പ കൊണ്ടുചെന്നാക്കും റെയിൽവേ സ്റ്റേഷനിൽ. രാവിലത്തെ ട്രെയിനിൽ ആ കുട്ടി കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറും. ബാപ്പന്റെ ബൈക്കിന്റെ പിറകിലിരിക്കുമ്പോഴും പർദ്ദയും മഫ്തിയൊക്കെ ഇട്ട കുട്ടിക്ക് പെണ്ണ്. പാപ്പ വിചാരിച്ചു മോള് പഠിക്കണം. ഒക്കെ കഴിഞ്ഞു. ഒരു ദിവസം കോഴിക്കോട് എയർപോർട്ടിലേക്ക് അവിചാരിതമായി ഒരു ഫ്രണ്ട് എയർപോർട്ടിൽ ഇറങ്ങി. നിങ്ങൾ വരുമോ കൂട്ടാൻ ചോദിച്ചപ്പോ വേറൊരു ഫ്രണ്ടിന്റെ വണ്ടിയുമായി ഗൾഫിൽ നിന്ന് വരുന്ന ഫ്രണ്ടിനെ കൂട്ടാൻ ബാപ്പയും 2 പേരും കൂടി ഇന്നോവ കാറും എടുത്ത് എയർപോർട്ടിലെത്തി. ഫ്രണ്ടിനൊക്കെ കൂട്ടി, എയർപോർട്ടിൽ നിന്ന് ഫ്രണ്ടിനൊക്കെ കൂട്ടി ഒക്കെ റെഡിയായി. പാപ്പ പറഞ്ഞു, എന്റെ മോള് കോഴിക്കോടാ പഠിക്കുന്നത് പറഞ്ഞപ്പോ ഈ ഗൾഫിൽ നിന്ന് വന്ന ഫ്രണ്ട് പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് ഓളെ കണ്ടിട്ട് പോവാം, കോളേജൊക്കെ ഒന്ന് കാണാനോ, ഒന്ന് കണ്ടിട്ട് പോവാം.
എന്നിട്ട് കൊണ്ടുവന്ന മിഠായി പൊതികളിൽ ഒന്ന് ഈ ഗൾഫുകാരൻ പുറത്തെടുത്ത് വെച്ച് ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ ഈ കാണുമ്പോ ഫ്രണ്ടിന്റെ മുകളിൽ ബാപ്പ പറഞ്ഞു എന്നാ പോവുക ഇന്നോവ കാർ നേരെ കോളേജിൽ ചെന്ന് കോളേജിന്റെ താഴെ ചെന്ന് എൻക്വയറിയിൽ ഈ പെൺകുട്ടിന്റെ ക്ലാസും പെൺകുട്ടിന്റെ പേരും എഴുതി കൊടുത്തപ്പോ അറ്റൻഡർ പറഞ്ഞു ഇപ്പൊ വിളിക്കട്ടോ. മേലേക്ക് കയറിപ്പോയിട്ട് ആ പെൺകുട്ടിനോട് പോയി പറഞ്ഞു ഒരു വിസിറ്റർ ഉണ്ട്, അതുകൊണ്ട് താഴത്ത് നിൽക്കുന്നുണ്ട്, വാ. ആ പെൺകുട്ടി ഓടി വരിക, വിസിറ്റർ അല്ലേ. കോണിപ്പടി ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ബാപ്പ ഞെട്ടിത്തെറിച്ച് നിന്നത്. ആ കുട്ടി ഇട്ടത് ഒരു മുക്കാൽ പാന്റാണ്, ഒരു സൈഡ് കീറിയ ചുരിദാറാണ്, തട്ടം തലയിൽ പോലും ഇല്ല, തോളിലിങ്ങനെ ചുറ്റിയിട്ടതാണ് ഈ കുട്ടി. ബാപ്പ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ ബാപ്പനെ കണ്ടതും കുട്ടി സ്റ്റക്കായി. കോണിപ്പടിന്റെ മേലേക്ക് കയറി ചെന്ന ബാപ്പ ചെയ്ത പണി ഒരൊറ്റ അടിയാ കുട്ടിനെ റെഡി കറങ്ങി അങ്ങോട്ട് വീണു. കോളേജിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തല്ലിയ എന്താ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. കാക്കപ്പടമാതിരി കുട്ടികളോട് പൊതിഞ്ഞു. ആരാട്ടാ അവിടെ വന്ന കുട്ടികളെ തല്ലിയ? ഇയാളിങ്ങനെ നിൽക്കാണ്, വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുക. കണ്ടോ, കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ച് ഇന്നോവ കാറിലേക്ക് ഇട്ട് പെൺകുട്ടി. എന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ പഠിക്കണ്ട. അവളെ കൊണ്ടുപോയി കണ്ണൂര് കൊണ്ടുപോയി കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. ഈ പെൺകുട്ടി എന്താ പറയണേന്ന് അറിയോ? ബാപ്പ നിർബന്ധിച്ചിട്ടാ ഞാൻ പറഞ്ഞിട്ടത്, ബാപ്പ നിർബന്ധിച്ചിട്ടാ ഞാൻ തട്ടണമെന്ന് ഇസ്ലാമിലോട് പറഞ്ഞിട്ടൊന്നും. അപ്പൊ ഈ കുട്ടീനെ ഉള്ളിക്ക് എന്താ കയറി? പടച്ചോൻ കാണുന്നു എന്നുള്ള പേടിയല്ല കുട്ടിക്കുള്ളത്. ബാപ്പ കാണും ഉമ്മ കാണും എന്നുള്ള പേടിയാണ്. ആ പേടി നിങ്ങൾ നേരെ അള്ള എല്ലാം നോക്കി കാണുന്നുണ്ട് എന്നൊരു ബോധം ഒരു കുട്ടിനുള്ളിൽ കിട്ടുകൊടുത്താൽ ഫ്രിഡ്ജിന്റെ മുകളിൽ സാധനം വാങ്ങി ബാക്കി വെച്ച 10 ഉറുപ്പിന്റെ നോട്ട് നിങ്ങളെ മോ എടുക്കൂല. ഉമ്മാന്റെ പേഴ്സിൽ നിന്ന് ഉമ്മ അറിയാതെ 100 ഉറുപ്പ്യ മോൻ എടുക്കൂല. ആ ബാപ്പിയും ഉമ്മയും കണ്ടില്ലെങ്കിൽ അത് അള്ള കണ്ടെന്ന് കുട്ടിക്ക് ബോധം ഉണ്ടാവും. പുതപ്പിനുള്ളിൽ നിന്ന് കാമുകൻ കൊടുത്ത ഫോണിൽ മോള് ഫോൺ ചെയ്യൂല. ആ കാമുകൻ പുറത്തു വന്ന് തുറക്കും മോളെ വാതില്, ആരും കാണൂല എന്ന് പറയുമ്പോഴും പെൺകുട്ടി മനസ്സിലാക്കും കാണും, ഒരാൾ കാണും. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? കാണുന്ന ആളെ പ്രത്യേകത എന്താ? ഉറക്കല്ല, എല്ലാം കാണും, എല്ലാം കേൾക്കും, ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറന്റെ അപ്പുറത്താണ്. എല്ലാം സേവ് ചെയ്ത് വെക്കും, എല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടും. ഈ ബോധം നിങ്ങളുടെ കുട്ടികൾ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഉണ്ടോ? ഈ ബോധം കൊടുക്കലാണ് പരിഹാരം. അതുകൊണ്ട് മതബോധത്തിന്റെ പുതപ്പ് നിങ്ങളുടെ കുട്ടിക്ക് ഇട്ടുകൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഈ ദുനിയാവിലെ പ്രശ്നത്തിലേക്ക് പോകും. കാരണം അത്ര പ്രശ്നം. ക്യാമ്പസുകൾക്കകത്ത് പ്രശ്ന, എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് പ്രശ്ന, മെഡിക്കൽ കോളേജിനകത്ത് പ്രശ്ന, മയക്കുമരുന്നുകളും കഞ്ചാവും MDMA പോലെയുള്ള രാസലഹരികളും മദ്യവും ഒക്കെ ഇവിടേക്ക് നമ്മളെ കുട്ടി പോകുമ്പോ മുഴുവൻ ആളുകളും കുട്ടിക്ക് ചുറ്റും ചേർന്ന് നിൽക്കുമ്പോഴും ഈ കുട്ടി പറയണം ഇല്ല ഞാനില്ല ഇതിലേക്ക്. അതിനെന്താ വേണ്ടത്? അങ്ങനത്തെ കുട്ടികളുണ്ട്. നമ്മുടെ വിസ്റ്റം സ്റ്റുഡൻസിലൊക്കെ കുട്ടികളെ എടുത്തു. അല്ലാത്തൊരു കാലം എന്റെ പ്രിയമുള്ളവരെ കഴിയില്ല നമുക്ക് നീരാളിക്കൈകളുമായി മക്കളെ നശിപ്പിക്കാനും തെറ്റിക്കൊണ്ടുപോവാനും ഒക്കെയുള്ള ആളുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലം. എന്തൊക്കെ കാര്യം നടക്കണോ? LGBTQIA++. കേട്ടണോ? വിസ്ഡം ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. കേട്ടണോ? എന്തൊക്കെ കാര്യമുണ്ട്? ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞാനൊക്കെ കൗൺസിലിങ്ങിന് ഇരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊണ്ടുവരും. ചിലപ്പോ ആൺകുട്ടിനെ. ഈ കുട്ടിയെ മുമ്പിലിരുത്തിയ നമുക്കറിയാം എന്തുകൊണ്ടാ സമ്മതിക്കാത്ത. ബാപ്പയും ഉമ്മയും തമ്മിലുള്ള വഴക്കും വക്കാളവും പ്രശ്നങ്ങളും ഉമ്മാന്റെ കണ്ണീരും ഇതൊക്കെ കണ്ട് കുടുംബം എങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട കുട്ടി ഉണ്ടാവും. വിവാഹ ജീവിതത്തോട് പേടിയുള്ള കുട്ടി ഉണ്ടാവും. മറ്റൊരു വീട്ടിൽ ചെന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടി ഉണ്ടാവും. സ്വാതന്ത്ര്യം പോകുന്ന ഭയക്കുന്ന കുട്ടി ഉണ്ടാവും. ഇങ്ങനൊക്കെ കുട്ടികളുണ്ടാവും. പഠനം ഒക്കെ പ്രശ്നമാകുമെന്ന് പേടിക്കുന്ന കുട്ടി ഉണ്ടാവും. കൗൺസിലിംഗിന് വരുമ്പോൾ നമുക്കറിയാം കുട്ടീന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവും. ഈ അടുത്തൊരു പെൺകുട്ടി വരികയാണ്. 2022 കൊറോണ കഴിഞ്ഞ ഉടൻ ഒരു കുട്ടി വരിക. ഈ കുട്ടി വന്ന് എന്റെ മുമ്പിൽ ഇരിക്കുക. 22 വയസ്സ്, PG കഴിഞ്ഞത്, മഞ്ചേരി ഭാഗത്തുള്ള കുട്ടിയാണ്. എന്റെ മുമ്പിൽ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? കല്യാണത്തിന് സമ്മതിക്കില്ല. സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ പഴയ സാധനങ്ങളൊക്കെ എടുത്തു. എന്താ വീട്ടിലെ പ്രശ്നം? പേടി. നേരത്തെ പറഞ്ഞില്ല.
ഈ കുട്ടി പറഞ്ഞു അതൊന്നുമല്ല പ്രശ്നം. ഞാൻ ചോദിച്ചു പിന്നെ എന്താ മോളെ പ്രശ്നം? ആ കുട്ടി പറയാ, പർദ്ദയും മഫ്തിയിട്ട് കുട്ടി പറയാ, സാറേ ഞാൻ പെണ്ണാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ ചോദിച്ചു അതെന്ത് സംശയം? അല്ല ഇത് ഉറപ്പില്ല, എനിക്ക് പെണ്ണ എനിക്ക് ആണാവണം എന്നൊക്കെ തോന്നുന്നു. ഞാൻ ചോദിച്ചു അതെപ്പോ? അങ്ങനെ ഉണ്ട്, ട്രാൻസ്ജെൻഡർ അല്ലെ? ഇതിങ്ങനെ സ്കൂളുകൾക്കകത്ത് കോളേജുകൾക്കകത്ത് ചർച്ചയാണ്. എൽ എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാം. ജി എന്ന് പറഞ്ഞാൽ ഗേ, ആണിനും ആണിനും ഒരുമിച്ച് ജീവിക്കാം. ട്രാൻസ്ജെൻഡർ ഉണ്ടോ? ഇനിയോ അവിടുന്ന് അങ്ങോട്ട് പോവാണ്, ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ്. എങ്ങോട്ടാ പോണ്? അതാണ് QLGBTQ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ. QUEER എന്നാ മലയാളം എന്താ അറിയോ? വിചിത്രം. ചില ആളുകൾ ഈ ലോകത്ത് വിചിത്രവാദവുമായിട്ടുണ്ട്. അവര് പറയണത് ശവത്തെ ഭോഗിക്കാം, സ്വന്തം മക്കളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം, ആങ്ങളും പെങ്ങളും ഒരുമിച്ച് ജീവിക്കാം, പാപ്പാക്ക് മോളെ കൂടെ ജീവിക്കാം, ഉമ്മാക്ക് മോന്റെ കൂടെ ജീവിക്കാം. പിന്നെയോ മൃഗങ്ങളുമായി രതി നടത്താം, ശവം രതി നടത്താം. മൃഗങ്ങള് പിഡോഫിലിയ, കുട്ടികളുമായിട്ട് ലൈംഗിക ബന്ധമാവാം എന്നൊക്കെ മഹാവൃത്തികേടുകൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ക്യൂർ. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ നവംബർ മാസത്തിലെ ഈ ക്യൂർ എന്ന് പറയുന്ന ടീം മലപ്പുറത്ത് കോട്ടക്കുന്നിനടുത്ത് വെച്ച് ഒരു സമ്മേളനം നടത്തി. അതിൽ പങ്കെടുത്തത് 100 കണക്കിന് ആൾക്കാരാണ്. ഒരു പറഞ്ഞത് എങ്ങനെ ജീവിക്കാന്ന്. അപ്പൊ നമ്മുടെ കുട്ടിയുടെ തലച്ചോറിനകത്ത് ഇത്തരം ചിന്തകൾ ഇങ്ങനെ ആളുകൾ ഇട്ട് കൊടുക്കാണ്. പേരാണ് സ്വതന്ത്ര ചിന്ത. കണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ചുണ്ടൊക്കെ ചോപ്പിച്ച് കുറെ മേക്കപ്പ് ഒക്കെ ചെയ്ത് മുന്നിലെ മുടിയൊക്കെ ഒന്ന് മുറിച്ച് തൂക്കിയിട്ട് കണ്ടോ, തട്ടൊക്കെ ഒന്ന് മേലോട്ട് കയറി പിന്നെ തോളിലേക്ക് ഇട്ട് കുട്ടി വല്ലാത്തൊരു ലോകത്തേക്ക് ജീവിതം ഇങ്ങനെ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു കാലത്തെത്തും. ഇതൊക്കെ കൃത്യമായി കണ്ട് മനസ്സിലാക്കി പരിഹാരം വരും. ഞാനത് ആ പരിഹാരങ്ങൾ പറഞ്ഞത്. ഈ പരിഹാരത്തിലേക്ക് ഒരു ബാപ്പയും ഉമ്മയും പോയിട്ടില്ല എങ്കിൽ ഇത് നമ്മുടെ ബാധ്യതയാണ്. വലിയ ഭീഷണിയല്ലേ ഇത്? ഓരോ വ്യക്തിക്കും ഇത് ബാധ്യതയാണ്, ഓരോ മനുഷ്യരും ഇത് ബാധ്യതയാണ്. ഭീഷണിയല്ലേ? നോക്കൂ, നിങ്ങൾ ആണും പെണ്ണും വിവാഹം കഴിക്കാൻ കൂട്ടാക്കാത്ത ഒരു കാലം വന്നാൽ ഈ ഉണ്ടാക്കി വെച്ച ബിൽഡിങ്ങുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇതൊക്കെ ആർക്കാ? മക്കളുണ്ടാവും നമ്മുടെ നാട്ടില് ഉണ്ടോ? 2023 കേരളത്തിലെ സർക്കാർ നിയമസഭയിൽ വെച്ച ഒരു കാര്യം കൂടി ഞങ്ങൾ മുമ്പ് പറയാം. എന്താ അറിയോ? അവരുടെ കണക്കനുസരിച്ച് 10 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ വൃദ്ധന്മാരാണ്. ഇനിയൊരു 10 കൊല്ലം 2035 ആകുമ്പോഴേക്ക് കേരളത്തിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും വൃദ്ധന്മാരായിരിക്കും. നോക്കൂ, ചെറുപ്പക്കാരെണ്ണം കുറയുന്നു, വൃദ്ധമാരെണ്ണം കൂടും. അതിനെന്താ? ഡിപ്പെൻഡൻസി ബേർഡൻ എന്ന് പറയാം. ഡിപ്പെൻഡൻസി ബേർഡൻ. വയസ്സന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവരെ നോക്കാൻ യുവാക്കൾ വേണം. ആ യുവാക്കളുടെ അവസ്ഥ എന്താ? ഒരു ഭാഗത്ത് യുവാക്കൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. വയസ്സന്മാരെ നാടായി ഇന്ത്യ മാറുമോ എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ അടുത്ത് ഒരു പരമ്പര ഉണ്ടായി. ന്യൂസ് ചാനലിൽ ഒരു പരമ്പര ഉണ്ടോ? അതിന് പരമ്പര എന്താ? മലയാളം വിടുന്ന, കേരളം വിടുന്ന കേരളീയർ എന്ന് പറഞ്ഞൊരു പരമ്പര. ആ പരമ്പരയില് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രേഖപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്, കേരളം വൃദ്ധരുടെ നാടായി മാറും എന്ന്. അപ്പൊ നമ്മൾ വലിയൊരു ഭീഷണിയിലാണ്. ഈ കൗമാരത്തെ, ഈ യുവത്വത്തെ പിടിച്ചു നിർത്തണം. ഇവരെ ഈ തിന്മയിൽ പോകുന്ന ആളുകളെ നന്മയിലേക്ക് നയിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, സദാചാരം എന്ന വാക്കാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭീഷണിയുള്ള വാക്ക്. ഉണ്ടോ? സദാചാരം. ഒരു മനുഷ്യൻ, 2 മനുഷ്യർ ഇങ്ങനെ കൂടി നിൽക്കുക. ഒരു മനുഷ്യന്റെ പറമ്പ്, കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു പറമ്പ്, അയാളുടെ വീടും തൊട്ടടുത്തൊരു പറമ്പുണ്ട്. ഈ പറമ്പ് ഇയാളെ വീട്ടിൽ നിന്ന് നോക്കി ഇയാളെ പറമ്പ് കാണാം. അപ്പൊ ഇയാളിങ്ങനെ വീട്ടിൽ നിന്ന് ഒരു ദിവസം നോക്കിയപ്പോ വൈകുന്നേരമായപ്പോ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും, ഒരു +2നോ +1നോ പഠിക്കുന്ന ചെറിയ 2 കുട്ടികൾ, ആ കുട്ടികള് ഇയാളുടെ പറമ്പിലെ ഒരു മരത്തിന്റെ ചോട്ടിൽ വന്ന് വൃത്തികേടുകൾ കാണിക്കുന്നു. അപ്പൊ അയാളിങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കി, അയാൾ വിചാരിച്ച് പോയിക്കോളും. അവര് പോയി. 2ാമത്തെ ദിവസവും അതേ പറമ്പിൽ, ഒഴിഞ്ഞ പറമ്പിൽ ഈ കുട്ടികളെത്തി. അപ്പൊ ഈ മനുഷ്യൻ ആ പുരേന്ന് ഇങ്ങോട്ട് ഇറങ്ങി നേരെ കുട്ടികളെടുത്തേക്ക് ചെന്നു. കുട്ടികളെടുത്ത് ഇങ്ങനെ ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഒച്ചൊക്കെ ഉണ്ടാക്കി, എന്താ എവിടെ നിങ്ങളെ സ്ഥലം, മോളെ വീട് എവിടെയാ ചോദിച്ചപ്പോ അതിലെ നടന്നു പോയ 2-3 ആൾക്കാർ വന്നു. ഈ
2, 3, 4, 5, 6, 8, 10 ഒക്കെ ആയിട്ട് ജനങ്ങളിങ്ങനെ കൂടി ഇയാളിങ്ങനെ ചോദ്യം ചെയ്യാണ് ഈ കുട്ടികളെ. അപ്പോ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് സദാചാര പോലീസ് ആവുന്നത്? ഒരു മനുഷ്യന്റെ ചോദ്യം. അയാളെ പറമ്പ. ഇത് കേട്ടത് ആ മനുഷ്യൻ ബാക്കോട്ട് നിന്നു. ആ വാക്ക് കേട്ടപ്പം ആ 17 വയസ്സുള്ള ചെറുക്കൻ ഈ മനുഷ്യനോട് പറയാണ്, നിങ്ങളെ സദാചാര പോലീസ് ഒന്നും ആവണ്ട, നിങ്ങളെ പറമ്പാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. ആ 2 കുട്ടികൾ നടന്നിട്ട് പോയി. മനുഷ്യന്മാരിപ്പോ ചിന്തിക്കുന്നത് എന്തും കാട്ടിക്കൂട്ടാം. അപ്പൊ സദാചാരം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വെറുപ്പുള്ള വാക്ക്. ദുരാചാരം നല്ല വാക്ക്. സദാചാര പോലീസ് പേടിയാണ്. പോലീസ് അറസ്റ്റ് ചെയ്യണം. മോറൽ പോലീസിംഗ് എന്നാണ് പേര്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്നൊരു ബോധം വേണം. അതുകൊണ്ട് ഈ കുട്ടികളെ ചേർത്ത് പിടിക്കണം. മതം പ്രശ്നമാണ് എന്ന് ക്യാമ്പസിലും സ്കൂളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ പറയണം മതം പരിഹാരമാണ് എന്ന് പറയണം. എന്നിട്ടോ ഈ മക്കൾക്ക് പടച്ചോനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഈ മക്കൾക്ക് ദീന് പരിചയപ്പെടുത്തി കൊടുക്കണം. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും മുമ്പിൽ ഇസ്ലാം മതത്തിന്റെ സന്ദേശം വെക്കണം. മോളെ 2 കാര്യങ്ങൾ, ഒന്ന് ഹറാം, ഹലാൽ. ഹറാം ചെയ്യരുത്, ഹലാൽ ചെയ്യാം. ഇത് പറഞ്ഞ് എല്ലാം CCTV ക്യാമറയേക്കാൾ കൃത്യമായി കാണുന്ന പടച്ചറബ് മോളുണ്ട് എന്ന ചിന്ത കൊടുക്കണം. അപ്പോഴോ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് നമ്മളൊരു മോഡലായി മാറണം. അപ്പോ ഈ തലമുറ ഒരല്പം ആളുകളെങ്കിലും നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. 10, 11 തീയതികളിൽ മലപ്പുറത്ത് ഈ യുവത്വം എന്ന് പറയുന്ന ആളുകളെ ചേർത്തിരുത്തി യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു സംഗമം നടക്കണം. അതിന്റെ പോസ്റ്ററുകളിലൊക്കെ കാണാം. നിങ്ങളെല്ലാവരും ഈ ഒരു സമ്മേളനത്തിൽ 10, 11 തീയതികളിൽ ഈ മാസം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണം. അതിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക്, കൗമാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. എന്താണ് ഇന്നത്തെ കുട്ടികൾ, എന്താണ് ഈ കൗമാരം, അതിനെ നമ്മുടെ മുമ്പിൽ കൊടുക്കാനുള്ള പരിഹാരം എന്ത് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഇനി നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മൈക്കുമായിട്ട് ആളുകൾ വരുന്നുണ്ട്. നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സഹോദരന്മാരെ, നമ്മുടെ ചോദ്യോത്തര സെഷനാണ്. പരമാവധി ആളുകൾ അവരുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് പേര് വാട്സപ്പിലൂടെ ഓഫീസ് നമ്പറിലേക്ക് ചില ചോദ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തൽക്കാലം അതിലെ ഒന്നിലേക്ക് പോകാം. അപ്പോഴത്തേക്കൊന്ന് റെഡിയായാൽ മതി. കോഡ്ലെസ് മൈക്ക് ഉണ്ട്. ഇവിടെ എഴുതി കിട്ടിയ ചോദ്യത്തിൽ ഒന്ന്, കുട്ടികൾക്കിടയിലുള്ള ലജ്ജ ഇന്ന് കുറഞ്ഞു വരികയാണ്, പ്രത്യേകിച്ചും പൊതുവിദ്യാലയങ്ങളിൽ ആഘോഷങ്ങളുടെ പേരിൽ നടക്കുന്ന കുത്തുകൾ. എങ്ങനെയാണ് ഇതുമായി നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത്? ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചു, മാറുന്ന ഒരു കാലഘട്ടം എല്ലാ കാലത്തുണ്ട്. നമ്മൾ ഈ പറയും പോലെ ഒരു മാറ്റം ഇപ്പോഴത്തെ കാലത്തുള്ള മാറ്റമൊന്നുമില്ല. നമ്മുടെ ചെറുപ്പത്തിലും പ്രശ്നമുണ്ട്. അന്നത്തെ പ്രശ്നം ടിവിയും സിനിമയും ഒക്കെ ആയിരുന്നു. സിനിമക്ക് പോയതിനകത്തല്ല, TV കാണാൻ പോയതിനകത്തല്ല. അന്നതൊക്കെ ആയിരുന്നു പ്രശ്നം. ഇന്നത്തെ കുട്ടിയുടെ കാലത്ത് ഇതാണ് പ്രശ്നം. ഒരു മാറിയ കാലം തന്നെയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ലജ്ജ എന്ന കോൺസെപ്റ്റ് കുട്ടികളിൽ ചെറുപ്പം മുതൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനം. മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, മൃഗങ്ങളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് മനുഷ്യന് ബുദ്ധിയുണ്ട് എന്നുള്ളതാണ്. വസ്ത്രം എന്ന ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എന്ന ജീവിക്ക് ആവശ്യമില്ല. എന്തിനാ വസ്ത്രം? ആവശ്യമില്ല. ഒരു ജീവിയും വസ്ത്രം ധരിക്കാറില്ല, മനുഷ്യനൊഴികെ. അപ്പൊ ഈ വസ്ത്രം എന്ന് പറയുന്നത് നമ്മളിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു സാധനം, നമ്മുടെ ലജ്ജന്റെ ഭാഗമായി. ഇത് ചെറുപ്പം മുതൽ ഈ കുട്ടിക്ക് ഈ സാധനം കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി ഇത് മാറ്റണം. എല്ലാ സാധനവും അങ്ങനെയാ. എല്ലാം നമ്മൾ തിന്നലെങ്ങനെയാ? വേവിച്ച് തിന്നണ ഏത് ജീവിയാ ലോകത്തുള്ളത്? ഏതെങ്കിലും പട്ടി അടുപ്പ് കൂട്ടുന്ന നിങ്ങൾ കണ്ടിടണം? പോത്ത് വേവിച്ച് തിന്നണ കണ്ടിടണം? ഇല്ല. എല്ലാ സാധനങ്ങളും റോ ആണ് തിന്നുക. വേവിച്ചിട്ട് തിന്നൂല, ടേസ്റ്റ് കൂട്ടൂല, അതിൽ മസാല ഇടൂല, മുളക് പൊടി ഇടൂല, ഉപ്പിടൂല. ഇതിലൊപ്പിടുക. ആടെന്താ ചെയ്യല്? പുല്ലിന് മുകളിൽ ഉപ്പിട്ടിട. എന്നിട്ട്
മധുരം ഇടുക, ഉപ്പിടുക? ഇല്ല. മനുഷ്യനപ്പോ എന്താ സ്ഥിതി? ഈ മനുഷ്യനെ നിങ്ങളൊരു കാട്ടിൽ കൊണ്ടിട്ടു. കാട്ടിൽ ജീവിച്ച മൗഗ്ലി, അത് കഥപുസ്തകത്തിലെ കഥയല്ല, റിയൽ ഒരു സാധനം. ഒരു കുട്ടി കാട്ടിൽ അകപ്പെട്ടു പോവാണ് ചെന്നായി കൂട്ടത്തിൽ. ആ കുട്ടി ജീവിച്ചത് മുഴുവൻ ചെന്നായിക്കളെ പോലെയാണ്. ആ കുട്ടിന്റെ മുന്നിലെ പല്ല് ചെന്നായിന്റെ പല്ല് പോലെ വളർന്നു. അവന്റെ ദഹന വ്യവസ്ഥ ഇറച്ചി പച്ചക്ക് ദഹിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അവൻ കാട്ടിൽ കിട്ടുന്ന പുല്ലും ചെന്നായി എന്തൊക്കെ തിന്നു അതൊക്കെ വരുന്നത്. ആ ചെക്കൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അവനെ ആ കാട്ടിനകത്ത് സർവേ നടത്തിയ ആളുകൾ കാണുകയാണ്. ചെന്നായിന്റെ കൂട്ടത്തിൽ ചെന്നായിയെപ്പോലെ ഒരു മനുഷ്യൻ. അവനെ കണ്ട് ഈ പിടിച്ചു കൊണ്ടുവന്നു. ചെന്നായികളെ ഓടിച്ച് ഇവനെ പിടിച്ച് ആശുപത്രി കൊണ്ടുവന്ന് ഇവനെ ചികിത്സിക്കാണ്. എന്തിനാ? അവനെ മനുഷ്യനാക്കാൻ. നട്ടല് പോലും വളഞ്ഞു പോയി ആ ചെക്കന്റെ. കാരണം എന്താ? കാട്ടിലാ ജീവിച്ചത്. ജീവിക്കുന്ന സാഹചര്യം എങ്ങനെയാണ്? ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് ആ ചെറുക്കൻ മനുഷ്യനോട് മാറി. അവനെ കൊണ്ടുവന്ന് ചികിത്സിക്കാണ്. ഇങ്ങനെ മനുഷ്യനാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നോക്ക് നിങ്ങൾ, ചെന്നായിക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരിക്കലും ഇണങ്ങാത്ത വന്യമൃഗമാണ് ചെന്നായ. ചെന്നായിനൊരാൾക്കും ഇണക്കി വളർത്താൻ കഴിയില്ല. സിംഹം ഇണക്കി വളർത്തും, പുലി ഇണക്കി വളർത്തും, കരടി ഇണക്കി വളർത്തും. ഒരു കണ്ടിട്ട് ദുബായിലൊക്കെ ചില ആൾക്കാരെ കയ്യിൽ സിംഹമൊക്കെ ഉണ്ട്. ചെന്നായിനെ ഇണക്കി വളർത്താൻ കഴിയില്ല. വൈൽഡാണ്. ഒരിക്കലും ഇണങ്ങാത്ത വന്യമൃഗമാണ് ചെന്നായ. ആക്രമണം ഉണ്ടാക്കുന്നത്. ഈ ചെക്കനെ പിടിച്ചുകൊണ്ട് വരിക മനുഷ്യന്, എന്നിട്ട് ICUവിൽ അഡ്മിറ്റ് ചെയ്ത് ഇവനെ ട്രീറ്റ് ചെയ്യാണ്. ഇവനിങ്ങനെ കെട്ട് അയച്ച ചാടും ചെന്നായെ പോലെ. അങ്ങനെ മനുഷ്യനാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട് ഇവൻ മരണത്തിന് കീഴടങ്ങുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? ഒരു മനുഷ്യന് അവന് ചെറുപ്പം മുതൽ നാം കൊടുക്കുന്ന ശീലങ്ങളാണ് ലജ്ജ എന്ന് പറയുന്ന സാധനം. ഒരു പെൺകുട്ടി ഈ മക്കനിട്ട് പറന്നിട്ട് ഒരു പെൺകുട്ടി അത് ബോധ്യപ്പെട്ട് ഇങ്ങനെ കൊടുത്ത ആ കുട്ടിക്ക് പിന്നെ അത് അയക്കുമ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ലജ്ജ. അപ്പൊ അത് ചെറുപ്പം മുതൽ തന്നെ ഈ വസ്ത്രം, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കണം. ഇപ്പൊ കോളേജിലൊക്കെ സ്റ്റൈൽ എന്താ? കൈ പൊക്കിയ പള്ള കാണണം. അത് അപ്പത്തെ പുതിയ കുട്ടികളെ കുപ്പായം. ലജ്ജ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ കാലത്ത് നമ്മുടെ പരിഹാരം എന്താ? നമ്മൾ ചെറുപ്പം മുതൽ ഒരു ദീനി ചിട്ടയിലും ചുറ്റുപാടിലും ഈ കുട്ടികളെ വളർത്താൻ. ഇതിന് പരിഹാരം അതേ ഉള്ളൂ. നമുക്ക് ആ ചിട്ട എങ്ങനെ കൊടുക്കുക അല്ലെ? നമ്മള് കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? വലത്തെ കൈ കൊണ്ട് കഴിക്കണം അല്ല പറയാ? അങ്ങനെ പറഞ്ഞു നമ്മുടെ സിസ്റ്റത്തിലേക്ക് കുട്ടിയെ മാറ്റപ്പെടും. അപ്പോ ഇതുപോലെ നമ്മളും മാറുക. അതാണ് ഈ ലജ്ജയില്ലാത്ത ഒരു കാലത്ത് കുട്ടിയെ വളർത്താനുള്ള ഒരേ ഒരു പരിഹാരം. അല്ലാതെ ഈ കുട്ടിയൊക്കെ എല്ലാവർക്കും ലജ്ജ കൊടുത്തിട്ട് നമുക്ക് കുട്ടിയെ വളർത്താൻ കഴിയില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ പണി എന്താ? നമ്മുടെ മക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താന്നുള്ള. ഞാൻ മയക്കുമരുന്നിനെതിരെയുള്ള ധാരാളം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. അപ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലായിടത്തും പോയി പറയുന്ന ഒരു കാര്യമുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനം രണ്ടെണ്ണാണ്. ഒന്ന് വലിയ പണി, രണ്ട് ചെറിയ പണി. ചെറിയ പണി പറഞ്ഞാൽ എന്തൊക്കെയാ? ബോധവൽക്കരണ ക്ലാസ് നടത്തുക, പ്രസംഗം നടത്തുക, ബോർഡ് വെക്കുക, നാട്ടിൽ വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെറിയ പണിയാണ്. വലിയ പണി എന്താ? സ്വന്തം മക്കള് ഈ ലഹരിക്ക് പോവാതെ നോക്കുക എന്നുള്ളതാണ്. ഇതാ വലിയ പണി. അത് നിങ്ങൾക്ക് പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അപ്പൊ ഈ ലജ്ജന്റെ കാര്യത്തിലുള്ള സാധനം എന്താ? എന്റെ മക്കള് ഈ കൃത്യമായ ഒരു ഇസ്ലാമിക ഡ്രസ്സ് ധരിച്ച് ഇറങ്ങൂ, നടക്കൂ. എന്റെ മോന് അങ്ങനെ ആയിരിക്കുമെന്ന് ഉറപ്പുവരുത്തലാണ്. കഴിയുന്നത്ര ഉറപ്പുവരുത്തലാണ്. ഇനി അതും കടന്ന് കുട്ടി പോവുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം കുട്ടി എന്നത് നാം മാക്സിമം ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. ബാക്കി അള്ളാഹ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ലജ്ജ ഇല്ലാത്ത ഒരു കാലത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താന്നല്ലാതെ കോളേജിനകത്തും സ്കൂളിനകത്തും ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ തുടർന്ന് വരേണ്ടത്. ശരി, മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, മക്കൾ BTS ആരാധകരായി മാറുന്നു, തടയപ്പെടേണ്ടതുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. നമ്മളെ തന്നെ ഇഷ്ടവുമായി ബന്ധപ്പെട്ട് തന്നെ കിട്ടും. BTS കൊറിയൻ മൂവി, കൊറിയൻ സീരീസ്, കൊറിയൻ പാട്ട്, K-pop എന്നാണ് പറയാം. കൊറിയൻ ഈ സാധനത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. ഈ BTS എന്ന് പറയുന്ന ആൽബം, അതിലെ ചില പാട്ടുകൾ കൊറിയ നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ കൊറിയക്കാർ തന്നെ ഇതിനെതിരാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇതിന്റെ പ്രശ്നം എന്താ? ഒരു തരം മ്യൂസിക്, ട്രാൻസ് മ്യൂസിക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉന്മാദം ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക്കാണ് ട്രാൻസ് മ്യൂസിക്. ഈ മ്യൂസിക് നിരോധിക്കപ്പെട്ട മ്യൂസിക്കാണ്. മനുഷ്യന് ഉന്മാദം ഉണ്ടാക്കും, ഒരു പ്രത്യേക അവസ്ഥയിൽ മനുഷ്യനെ എത്തിക്കും എന്നുള്ളത് കൊണ്ട് അത്തരം മ്യൂസിക്കുകൾ നിരോധിക്കപ്പെട്ടത്. ഈ
BTS ഇത്തരം ഗണത്തിൽ പെടുന്ന, അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഉന്മാദം കുട്ടിക്കുണ്ടാക്കുന്ന, ലഹരി ഉണ്ടാക്കുന്ന തരം മ്യൂസിക്കാണ് BTSന്റെ പ്രശ്നം. ഈ മ്യൂസിക് ഹറാമാണ് എന്നതിനപ്പുറത്ത് BTS ഉണ്ടാക്കുന്ന പ്രശ്നം, ഈ BTS കണ്ട് കുട്ടി എത്തിപ്പെടുക കൊറിയയിലാണ്. ഇപ്പൊ നേരത്തെ നിങ്ങൾ ലജ്ജന്റെ കാര്യം പറഞ്ഞു. ഈ കൊറിയക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കൊറിയയിൽ 2 കാര്യങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഒന്ന് ഭംഗി, ബ്യൂട്ടി. 2 ലക്ഷറി, ആഡംബരം. ഈ 2 സാധനങ്ങൾ കൊറിയന്റെ എന്ത് സാധനത്തിലും കാണാം. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നോവ കാറ് ഒഴിവാക്കിയിട്ട് വാങ്ങിയ കാറ് കിയൻ. ഇന്നോവയിൽ എന്താ ഒരു പിണ്ണാക്കില്ലേ? ഒരു സൺറൂഫ് ഉണ്ടോ? ഇല്ല. എന്തായാലും ഇന്നോവയിൽ ഒന്നുമില്ല. സീറ്റും സ്റ്റെയറിംഗ് ഒരു ഗീറും ഉള്ളത്. വേറെ ഒന്നും ഇന്നോവ തരൂല അല്ലേ? ഒരു 10-16 ലക്ഷം രൂപ എടുത്ത് വാങ്ങണം. എന്നാൽ അതിനേക്കാൾ ചെറിയ വിലയിൽ വാങ്ങുന്ന കിയ എന്ന് പറഞ്ഞാൽ കൊറിയൻ കമ്പനിയാണ്. ആ കാർ നിങ്ങൾ നോക്കേണ്ടി, ഭംഗി കൂടും, ആഡംബരം കൂടും. കൊറിയന്റെ പ്രത്യേകത. ഈ കൊറിയയിലെ മനുഷ്യന്മാരെടുത്തൊക്കെ ഒറ്റൊന്നും പള്ള ചാടി ആളും കൊണ്ടും ഉണ്ടാവില്ല. എല്ലാം ജിമ്മിനൊക്കെ പോയി ഭയങ്കര ഭംഗിയായിരിക്കും. അവര് മുഖമൊക്കെ മിനുക്കും. ഏറ്റവും നല്ല ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വരുന്നത് കൊറിയനാ. ചുണ്ട് ചോപ്പിക്കണ ലിപ്സ്റ്റിക്, കണ്ണ് എഴുതുന്ന സാധനം കൊറിയനാ. അപ്പൊ ഏറ്റവും കൂടുതൽ ഭംഗിക്കും ലക്ഷറിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് കൊറിയ. നമ്മുടെ കുട്ടി ഈ കൊറിയയിലെ പാട്ടും കൊറിയയിലെ മനുഷ്യന്മാരും ഇങ്ങനെ കാണുമ്പോൾ കുട്ടിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ മാറും. 2020 കൊറോണ വന്നത്. കൊറോണ വന്നപ്പോ ആ വരുന്ന സമയത്ത് നമ്മുടെ +2 ക്ലാസ്സില്, സ്കൂളില്, ഹൈസ്കൂളിലും +2 ഒക്കെ കോളേജിലും ഒക്കെ ചുണ്ട് ചോപ്പിച്ച് എത്ര പെണ്ണുങ്ങൾ നിങ്ങൾ കാണും? ഒരു കല്യാണത്തിന് പോയാല് ലിപ്സ്റ്റിക് ഇട്ട് എത്ര പെണ്ണുങ്ങൾ നിങ്ങൾ കണ്ടു? 2022 കൊറോണ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോ എത്ര പെൺകുട്ടികളാ ചുണ്ട് ചോപ്പിച്ച് സ്കൂളിൽ വന്നത്? ഇത് എവിടുന്ന് കിട്ടിയതാ? ഈ കൊറിയൻ മൂവീസിന്റെ സ്വാധീനം. അപ്പൊ ഈ കൊറിയൻ മൂവീസ്, ഈ നമ്മുടെ കുട്ടി BTSലൂടെ എത്തിപ്പെടുക ഈ കൊറിയൻ മൂവീസിലാണ്, കൊറിയൻ സീരീസിലാണ്. ഈ കൊറിയൻ സീരീസിൽ 3 പ്രശ്നം ഞാൻ എന്തൊക്കെ പറഞ്ഞേ? 1 ഭംഗി, 2 ലക്ഷറി, 3 റൊമാൻസ്. ഈ കുട്ടി ഭയങ്കര റൊമാൻസ് ആ കൊറിയൻ സീരീസിൽ. അപ്പൊ ഇത് നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. അതുകൊണ്ട് കൊറിയൻ മാത്രല്ല, ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ ടൈപ്പിലേക്ക് കുട്ടി ഇങ്ങനെ മാറ്റപ്പെടും. നമ്മുടെ പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടി നോക്കണ്ടി, പണ്ടൊക്കെ പെൺകുട്ടിയൊക്കെ മുടി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഉമ്മി മോളും നമ്മളുടെ പ്രധാന കച്ചറ എന്താ? പെൺകുട്ടി പറയുന്നത് എനിക്ക് മുടി മുറിക്കണം, ഇത്ര വെച്ച് മുറിക്കണം കേട്ടോ. അത് വെക്കണം എന്നല്ല ഞാൻ പറയണേ, പക്ഷേ ആ കുട്ടി മുന്നിൽ ഇങ്ങനെ മുടി മുറിച്ച് തൂക്കിയിടണം. ഇതൊക്കെ കൊറിയനാ. നമ്മുടെ ആൺകുട്ടി ഇപ്പൊ ഇടണേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ആൺകുട്ടികളുടെ ലൂസുള്ള ഒരു ജീൻസാ അല്ലേ? അതിന്റെ പേരെന്താ അറിയോ? കൊറിയൻ ബാഗി. അപ്പൊ ഈ കുട്ടികൾ കൊറിയൻ സ്റ്റൈലിലേക്ക് ഇങ്ങനെ മാറുകയാണ്, അവിടുത്തെ ജീവിത രീതിയിലേക്ക് മാറുകയാണ്. അപ്പൊ നമ്മള് ഇത്തരം കാര്യങ്ങള് കാഴ്ചപ്പാടുണ്ടാക്കും എന്ന് മനസ്സിലാക്കണം. എന്താണോ കാണുന്നത് അതാണ് കുട്ടിയുടെ കാഴ്ചപ്പാടായി മാറുന്നത്. അപ്പൊ കുട്ടി കാണുന്ന ഈ പോപ്പ് ഗാനങ്ങൾ അല്ലെങ്കിൽ ഈ BTS പോലെയുള്ള ആൽബങ്ങൾ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിനെ, കാഴ്ചപ്പാടിനെ മാറ്റുകയും ഒരു ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ നിന്ന് ഒരു വല്ലാത്ത സ്വതന്ത്ര ചിന്തയും സ്വാതന്ത്ര്യവും ഒക്കെയുള്ള, ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള, മേക്കപ്പ് ഇമ്പോർട്ടൻസ് ഉള്ള, ആ രൂപത്തിലുള്ള വസ്ത്രത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ലെവലിലേക്ക് കുട്ടി മാറുകയും ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ BTS പോലെയുള്ള ആൽബങ്ങൾ നമ്മുടെ കുട്ടി കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക തന്നെ വേണം. ഇനൊറ്റ കാര്യം കൂടി കൂടെ ചേർത്ത് സൂചിപ്പിക്കാം. ഈ BTS കാണുന്ന ആളുകള്, പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ ഉണ്ടാവും, ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാവും, BTS ആർമി എന്നൊക്കെയാണ് അതിന് പേരുണ്ടായി. BTS കാണുന്ന BTS ലവേഴ്സ് അസോസിയേഷൻ, അവർക്കൊരു ഗ്രൂപ്പ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും. ആ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ മുഴുവൻ ചർച്ച ഈ സൗന്ദര്യത്തെ കുറിച്ചും ഈ സാധനത്തെ കുറിച്ചും ഒക്കെ ആയിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകളെ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് എന്ന ഒരു അറിവ് നിങ്ങൾക്കുണ്ടാവണം. മറ്റൊരു ചോദ്യം. 7 വയസ്സുകാരനായ എൻ്റെ മകൻ വൃത്തികെട്ട സംസാരങ്ങൾ സംസാരിക്കുന്നതായി നിരന്തരം പരാതി ലഭിക്കുന്നു. മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന അർത്ഥം. എനിക്ക് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരാമോ? ഇത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണ്. പിന്നെ വൃത്തികേടുകൾ വിളിക്കുക എന്നൊരു സ്റ്റൈലാണ്. എന്ന് പറഞ്ഞാല് വൃത്തികേടുകളെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലം. അതാ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. കോളേജിലെ ക്യാമ്പസിലൊക്കെ ഉള്ള പ്രശ്നം വൃത്തികേടുകൾ നോർമലൈസ് ചെയ്യപ്പെടും.
ഇതൊക്കെ നോർമലാണ്, ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളൊക്കെ പഠിച്ചിരുന്ന നമ്മുടെ കാലത്ത് ഇതൊക്കെ ഒരു വൃത്തികേടായിട്ടും തെമ്മാടിത്തവുമായിട്ടും കണ്ടിരുന്ന ഒരു കാലം. പക്ഷെ ഇപ്പൊ അത് വൃത്തികേട് നോർമലൈസ് ചെയ്യപ്പെടുക. ഇപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ പരിഹാരം എന്താ? നമുക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യം. ആ കാര്യം എന്താ? നമ്മുടെ കുട്ടിയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. ആ ടൈപ്പ് കൂട്ടുകെട്ടിലേക്ക് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ കൂട്ടുകെട്ടാണ്. എന്ത് പറഞ്ഞാലും ഈ നായിയെ പട്ടിയെന്നൊക്കെ വിളിക്കുന്ന ടൈപ്പ് സംസാരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കാണാം. അതിങ്ങനെ ക്യാമ്പസിലൊക്കെ ഇപ്പൊ അതാണ്. ഈ കുട്ടികളെ വിളിക്കപ്പോ അതാ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ക്യാമ്പസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കുട്ടി നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? കൂട്ടുകെട്ട് ഏറ്റവും പ്രധാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൂട്ടുകാരൻ, റസൂലിന്റെ കമ്പാരിസൺ വളരെ ഉഷാറാണ്. റസൂൽ പറഞ്ഞത് നല്ല കൂട്ടുകാരൻ അത്ര വിൽപ്പനക്കാരനെ പോലെയാണ്, മോശം കൂട്ടുകാരൻ കൊല്ലന്റെ പണിശാല പോലെ. എന്താ അത്ര വിൽപ്പനക്കാരന്റെ പ്രത്യേകത? അയാൾ എടുത്തുനിന്ന് വെറുതെ പോയാൽ അയാൾ അവരും കൂടെ ഒക്കെ എന്ത് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സുഗന്ധം ബാക്കിയാവും. കേട്ടോ, ആ നല്ല സുഹൃത്ത് അങ്ങനെയാണ്. അവന്റെ കൂടെ വെറുതെ നിന്നാൽ നന്മ കിട്ടും. മോശം സുഹൃത്തോ കൊല്ലന്റെ പണിശാല പോലെയാണ്. അതിന്റെ പ്രത്യേകത എന്താ? അവിടെ വെറുതെ ചെന്ന് ഇരുന്നാൽ മതി, വെള്ളക്കുപ്പായിട്ടുണ്ട്, ഒന്നുമില്ലെങ്കിൽ കരിങ്കിലോ അല്ലെങ്കിലോ അയാളുടെ തീപ്പൊരി വീണ് നിങ്ങളുടെ വസ്ത്രത്തിന് ഓട്ട വീഴും. മോശം സുഹൃത്തിന്റെ കൂടെ നിങ്ങൾ ഇത്തിരി നേരം ഇരുന്നാൽ അത് നിങ്ങളുടെ സ്വഭാവത്തെ ജീവിതത്തിൽ ഓട്ട വീഴ്ത്തും. ഇത് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നോർമൽ അല്ല എന്നും, തെറി വിളിക്കലും തെറി പറയലും വൃത്തികേടുകൾ പറയലും നമ്മുടെ സംസ്കാരമല്ല എന്നും കുട്ടിക്ക് ബോധ്യപ്പെടുത്തണം. ഇത് ആർക്കും എല്ലാവരും ചെയ്യണ്ട, എല്ലാവരും ചെയ്തോട്ടെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? അതാ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞത്. നമ്മുടെ ദീന് ഇതിനൊക്കെ വ്യക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. തെറി വിളിക്കാൻ പാടില്ല, വൃത്തികേട് പറയാൻ പാടില്ല. കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് ചെറുപ്പം മുതൽ തന്നെ കുട്ടിക്ക് ഉണ്ടാവേണ്ട ശീലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തെറ്റുമ്പം തെറി പറയുക എന്നത് ആരുടെ ലക്ഷണം? മുനാഫിക്കിന്റെ ലക്ഷണം. ഇതൊക്കെ അറിയാതെ പോകുമ്പോഴാണ് കുട്ടി ഇത്തരത്തിൽ ഇതൊരു നോർമലായി. അതിപ്പോ എന്റെ ഫ്രണ്ടിനെ ഒന്ന് തെറി വിളിച്ചാൽ എന്താ കുഴപ്പം എന്ന് കുട്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, തമാശക്ക് പോലും കളവ് പറയരുത്, തമാശക്ക് പോലും തെറി വിളിക്കരുത്, തമാശക്ക് പോലും വൃത്തികേട് വിളിക്കരുത്. ഉണ്ടോ? ഇരട്ടപ്പേര് വിളിക്കാം. നമ്മളെ ക്യാമ്പസുകൾക്കൊക്കെ ഉള്ളതാ. ഒരു ചെറുക്കൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, അവന്റെ പേര് നവാസ്. അവൻ അല്പം കറുത്തിട്ടാ, നവാസ് ഇത്തിരി കറുത്തിട്ടാ. അപ്പൊ നവാസിനെ കൂട്ടുകാർ വിളിക്കുന്ന പേരെന്താ? കാക്ക നവാസ്. കുട്ടികളെ ഇങ്ങനെ വിളിക്കുക, കാക്കേ കാക്കേ ഇങ്ങനെ വിളിക്കുക. എത്ര മനം നോവുണ്ട് എന്നറിയോ ചെക്കന്റെ. അവനെ കൂട്ടുകാരെ വിളിക്കുന്നത് കാക്ക നവാസ്, അവന്റെ കൂട്ടുകാരെ വിളിക്കുന്നത്. അപ്പൊ അവൻ ഇങ്ങനെ നടന്നു പോകുമ്പോ കാക്ക വിളിക്കും. അപ്പൊ അവൻ തിരിഞ്ഞു നോക്കും, ഇവന് മനസ്സ് നോവാണ്, ഞാൻ ഇത്തിരി കറുത്തു പോയത് കൊണ്ട് എന്നെല്ലാവരും കാക്കാന്ന് വിളിക്കുന്നത്. കണ്ടോ എന്താ ഇസ്ലാമിന്റെ അധ്യാപനം? ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും അയാൾ വിളിക്കാൻ പാടില്ല. നമ്മളെ കുട്ടിക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇരട്ട പേര് വിളിക്കരുത്, തെമ്മാടിത്തം വിളിക്കരുത്, തെറി പറയരുത്. തമാശക്കാണെങ്കിലും വെറുതെ ആണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ വായിന്ന് വരുന്നവൻ വിശ്വാസിയല്ല എന്ന ബോധം ഉണ്ടാക്കില്ല. അത് ചെറുപ്പം മുതൽ ഉമ്മയും ബാപ്പയും ഒക്കെ വളർത്തി വലുതാക്കുമ്പോൾ മുതൽ അതിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം. കണ്ടോ? അപ്പം മാത്രമേ ക്യാമ്പസുകളുടെ ഇത്തരം തിന്മകൾക്കെതിരെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇനിയോ ഒരു കാര്യം കൂടി ഇതിനെ കൂടെ ചെയ്യാനുണ്ട്. അതെന്താ? ഇസ്ലാമികമായ കൂട്ടം. ഇപ്പോ വിസ്ഡം സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ഒരു പള്ളിയുമായി കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഇത് ചുരുക്കിയൊരു സാധനം പറയാം. മക്കള് രാവിലെ സുബൈക്ക് പള്ളിക്ക് വരികയാണ്. സുബൈക്ക് സുബൈക്ക് വരുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. നോക്ക് നിങ്ങൾ, അതൊരു വല്ലാത്ത ഗ്രൂപ്പായിരിക്കും. സുബൈക്ക് പള്ളിക്ക് വരുന്ന കുട്ടികളൊരു ഗ്രൂപ്പ്. ഓരോ സുബൈയും കഴിഞ്ഞാൽ ഒരു കളിക്കാനൊക്കെ പോയി, നടക്കാനൊക്കെ പോയി, ഒരു തിരിച്ചു വീട്ടിൽ കയറിയാണ്. നിസ്കരിക്കുന്ന കുട്ടിയുടെ ഗ്രൂപ്പിൽ നല്ല ഗ്രൂപ്പായില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കോക്കസുകളെ, ഗ്രൂപ്പുകളെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കുട്ടി വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് പോയി പെടും. അപ്പൊ സുബൈക്ക് വരുമ്പോൾ കുറച്ച് കുട്ടികൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ, ഈ പരിപാടി നടക്കുകയാണ് വാരാണക്കര, ഇതിന് നോട്ടീസ് 4-5 ചെക്കന്മാരെടുത്ത് കൊടുത്താൽ, എടാ നിങ്ങൾ സുബൈ സ്കരിച്ചിട്ട് ഇതൊന്നും അവിടെ കൊണ്ട് ഒട്ടിക്കുക, സൈക്കിൾ എടുത്ത് പോയിക്കോ. അപ്പൊ അതൊരു ആ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, അത് തെറി വിളിക്കാത്ത, നിസ്കരിക്കുന്ന, വൃത്തികേട് പറയാത്ത ഒരു നല്ല കുട്ടികളുടെ ഗ്രൂപ്പിൽ നമ്മുടെ കുട്ടി എത്തിപ്പെടും. ഇത് വലിയ ശ്രദ്ധ ഇതിനു വേണ്ടി നിങ്ങൾ കൊടുക്കണം. അതിനു വേണ്ടിയുള്ള ഗ്രൂപ്പുകൾ, പള്ളി കേന്ദ്രീകരിച്ച ദീനീ ഗ്രൂപ്പുകളിൽ കൗമാരക്കാരായ നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെട്ടാൽ ഈ സാധനങ്ങൾ വായിന്നു വരൂല.
അല്ലെങ്കിലോ കുട്ടി ഉൾപ്പെട്ടത് ഒരു തെറി പറയുന്ന വൃത്തികെട്ട ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കൗമാരത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടിയുടെ സ്വഭാവത്തെ പെരുമാറ്റത്തെ നിർണയിക്കുന്നത് ആ കുട്ടിയുടെ സുഹൃത്ത് ബന്ധങ്ങളാണ്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയില്ലേ ആ കുട്ടീന്റെ കാര്യം പോക്കാം. ഇനി പെൺകുട്ടിയെ കുറിച്ച് ചിന്തിച്ചു നോക്കുക നിങ്ങൾ. ആൺകുട്ടിയുമായി കൊഞ്ചിക്കുഴയുന്ന, ആൺകുട്ടിയെ കണ്ടാൽ ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് ഈ പെൺകുട്ടി എത്തിപ്പെട്ടതെങ്കിലോ ആ കുട്ടി അതേപോലെയാവും. അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സുഹൃത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു പ്രോട്ടോകോളിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് കുട്ടി രക്ഷപ്പെടും. സമാന സ്വഭാവമുള്ള 2 ചോദ്യങ്ങൾ. ഒന്ന്, സ്ക്രീൻ അഡിക്ഷൻ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. മറ്റൊന്ന്, കുട്ടികളിലെ പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലെ കുട്ടികളിൽ അത്യാർത്ഥിയോടുള്ള ഫോൺ ഉപയോഗം എങ്ങനെ തടയാം. മാത്രവുമല്ല +1 +2 പ്രായക്കാർക്ക് ഫോൺ ഉപയോഗം ഒഴിവാക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വല്ല മാർഗവും ഉണ്ടോന്നാണ്. നമുക്ക് ലഹരി, ഫോണ്, 2 കാര്യമാണ് ഞാൻ ചുരുക്കി പറയാം, വിശദമാക്കുന്നത്. ഒരു മനുഷ്യനെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ 2 രീതികളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ രീതിക്ക് പറയാം ഫിയർ, പേടി. രണ്ടാമത്തെ രീതിക്ക് പറയാം അവേർഷൻ, അറപ്പ്, വെറുപ്പ്. ഒരു സാധനത്തിനോട് അടുപ്പവും ഇഷ്ടവും തോന്നുമ്പോഴാണ് ആ സാധനം ലഹരിയായിട്ട് മാറുക. എന്തും. അപ്പൊ അതിന്റെ ചികിത്സ എന്താ? പേടി ഉണ്ടാവണം, അല്ലെങ്കിൽ അറപ്പുണ്ടാവണം. ഇത് രണ്ടും ഇല്ലാതെ നിർത്താൻ കഴിയില്ല. സിഗരറ്റ് വലിക്കുന്ന ഒരാൾ, അയാൾ സിഗരറ്റ് അങ്ങനെ വലിക്കാണ്. കല്യാണം കഴിഞ്ഞപ്പോ ഭാര്യ തിരിഞ്ഞു കിടന്നു, മണക്കുണ്ട് നിങ്ങളെ എന്ന് പറഞ്ഞു. അയാൾ സിഗരറ്റ് വലി നിർത്തിയില്ല. മക്കള് പറഞ്ഞു വാപ്പാനെ മണക്കുണ്ട്, സിഗരറ്റ് വലി നിർത്തിയില്ല. മോക്കൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി വാപ്പ ചെന്നപ്പോ വാപ്പ ഉമ്മ തന്നെ മണക്കുണ്ട്, അപ്പോഴും നിർത്തിയില്ല. സിഗരറ്റ് നിർത്താൻ അയാൾക്ക് കഴിയില്ല. ചോറ് തിന്നാൽ അത് ദഹിക്കണമെങ്കിൽ സിഗരറ്റ് വേണം. അപ്പൊ ഇയാൾ എങ്ങനെയാണ് സിഗരറ്റ് നിർത്തുക? ഒരു ദിവസം അറ്റാക്ക് വന്നു, നെഞ്ചുവേദന വന്നു, ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ ECG എടുത്തിട്ട് പറഞ്ഞു വേരിയേഷൻ ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം അല്ലേ. അങ്ങനെ 2 ലക്ഷം ഉറുപ്പിക ചെലവാക്കി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് ഒക്കെ നീക്കി ICUവില്. പടച്ചോനെ, ഞാൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അറിയാതെ കിടക്കുമ്പോ ഡോക്ടർ വന്ന് പറഞ്ഞു, നോക്ക് സിഗരറ്റ് വലിച്ചത് കൊണ്ടാണ് ഇത് വന്നത്, ഇനി വലിച്ചാൽ ഞാൻ വിളിക്കോ. ICU ഇറങ്ങുമ്പോൾ അയാൾ തീരുമാനം കുഞ്ഞി ഞാൻ തൊട്ടില്ല. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇയാൾക്ക് പേടി വന്നു, ഫിയർ വന്നു, ജീവിതം പോകുന്ന പേടി വന്നു അല്ലേ. പേടി വരാതെ ഒരു ആളെ ലഹരിയിൽ നിന്ന്, അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. രണ്ടാമത് എന്താ? അവേർഷൻ തെറാപ്പി എന്ന് പറയാം. അതിന്റെ കാര്യങ്ങളെ പറഞ്ഞ് അതിനോട് ഒരു അറപ്പുണ്ടാക്കണം, വെറുപ്പുണ്ടാക്കണം. ലഹരി ഒരു മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇവനെ ബോധം ഉണ്ടാക്കണം. എന്തൊരു വലിയ പ്രശ്നങ്ങളാ. എത്ര പേരാണ് ജയിലിനകത്ത് കിടക്കുന്നത്. സ്വന്തം മകളെ ലഹരി ഉപയോഗിച്ച് ബോധം പോയി ലൈംഗികമായി ഉപയോഗിച്ച് ജയിലിലകപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്വന്തം മക്കൾക്കും ഭാര്യക്കും ഉമ്മക്കും ബാപ്പക്കും പോലും വേണ്ടാതെ കിടക്കുന്ന ആൾക്കാർ എത്ര ജയിലിൽ. നിങ്ങൾ ജയിലിൽ പോയി കാണാം. സ്വന്തം മോളെയാണ് കയറി പിടിച്ചത്. അവള് കരഞ്ഞപ്പോഴാണ് ആൾക്കാർ വന്ന് തല്ലിയത്, പോലീസ് കൊണ്ടുപോയത്, കേസ് കൊടുത്തത്, പോക്സോ കേസിൽ അറസ്റ്റിലായത്. 10 കൊല്ലമാണ് പോക്സോ കേസിന്റെ കാലാവധി. അത് പീഡിപ്പിച്ചത് ബാപ്പയാണെങ്കിൽ അത് ഇരട്ടിയാ, 20 കൊല്ലം. 20 കൊല്ലം ജയിലില്ല. 39 വയസ്സുള്ള മനുഷ്യൻ 20 കൊല്ലം ജയിലില്ല. അയാൾ ഇനി ഇറങ്ങുക 59 വയസ്സിലാണ്. ഇറങ്ങുമ്പോ സ്വീകരിക്കാൻ ഭാര്യ ഉണ്ടാവില്ല. കാരണം എന്താ? സ്വന്തം മോളെ ഈ കണ്ണ് കണ്ട മനുഷ്യന് ഇനി ഇങ്ങനെ ഭാര്യ ഭർത്താവായി സ്വീകരിക്കുക. മക്കൾ വരുമോ? ബാപ്പ വരുമോ? സഹോദരങ്ങൾ വരുമോ? കുടുംബം വരുമോ? നാട്ടുകാർ വരുമോ? അറപ്പ്, വെറുപ്പുള്ള ഒരു മനുഷ്യനായിട്ട് ഇയാൾ മാറിയില്ലേ? ലഹരി ഒരു മനുഷ്യനെ എത്തിക്കുന്നതിലാണ്. ഇത്തരത്തിൽ ഈ തലമുറക്ക് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഒരു തമാശക്ക് തുറക്കുന്ന ഈ സാധനം ജീവിതം നശിപ്പിക്കുമെന്ന് ഈ കുട്ടിക്ക് തോന്നണം. ഇതാണ് ലഹരിന്ന് കുട്ടിയെ മാറ്റാനുള്ള വഴി. ഇനി മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയ ഭീഷണി. മൊബൈൽ ഫോണാണ്. ഇതിന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം? അതൊരു വലിയ ചോദ്യം. 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ആണും പെണ്ണും, ഈ മൊബൈൽ ഫോണിന് അടിമപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഞ്ചാവിനേക്കാൾ 3 ഇരട്ടി അഡിക്ഷൻ ഉള്ള സാധനമാണ് മൊബൈൽ ഫോൺ എന്ന് ഞാനല്ല പറഞ്ഞത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ HOD ആയിരുന്ന ഡോക്ടർ യതൻ പാൽ സിംഗ് ആണ് പറഞ്ഞത്. കഞ്ചാവിനേക്കാൾ 3 ഇരട്ടി അഡിക്റ്റീവാണ് ഈ മൊബൈൽ. ഈ മൊബൈൽ ആർക്ക്? കുട്ടിയേക്ക്, പ്രത്യേകിച്ച് കുട്ടിയേക്ക്. അതുകൊണ്ട് തീരെ കൊടുക്കരുത് എന്നല്ല, മൊബൈല് 25 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നിയന്ത്രിക്കണം.
പോട്ടെ, ഒരു 21 വയസ്സ് വരെയെങ്കിലും ഇത് നിയന്ത്രിക്കണം. അപ്പൊ അത് നിയന്ത്രിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇനി ഫോണുകൾ മാറുന്നുണ്ട്. കഴിഞ്ഞ ജനുവരി മാസമാണ് സാംസങ് എന്ന് പറയുന്ന ഫോൺ കമ്പനി അവരുടെ പുതിയ ഫോൺ പ്രഖ്യാപിച്ചത്. അതിന്റെ ബുക്കിംഗ് തുടങ്ങി. ആ ഫോണിന്റെ പ്രത്യേകത എന്താ? ഇനി അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിലുള്ള ഫോണൊക്കെ വിളിച്ചെറിയേണ്ടി വരും. കാരണം എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഫോൺ ഇറങ്ങണം. നിങ്ങള് അറബിനോട് സംസാരിക്കുമ്പോ അല്ലേ, ഇപ്പൊ അറബി അറിയുന്ന ആൾക്കാർ വേണം അറബിനോട് സംസാരിക്കാൻ. ഇനി ആ ഫോൺ വന്നാൽ ആർക്കും അറബിനോട് സംസാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫോൺ എടുത്തിട്ട് അറബിനെ വിളിക്കുക, മലയാളത്തിൽ സംസാരിക്കുക. അറബി അവിടെ എന്തിലാ കേൾക്കുക? അറബി കേൾക്കും. അറബി അവിടുന്ന് അറബിയിൽ സംസാരിക്കും. നിങ്ങൾ എന്ത് കേൾക്കും? മലയാളത്തിൽ കേൾക്കും. അപ്പൊ നിങ്ങൾക്ക് എവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും. ബംഗാളിനെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചൊന്നും വേണ്ട. ഓനോട് പറഞ്ഞു അപ്പുറത്തൊന്ന് ഫോൺ ചെയ്താൽ മതി. ഈ ഫോണിൽ ഇങ്ങനെ നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ ഓന് ബംഗാളി കേൾക്കാം, ഓൻ ബംഗാളി സംസാരിച്ചാൽ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാം. അപ്പൊ എവിടെ എത്തിയത് ലോകം? ഇനി നമുക്കിത് ഒഴിവാക്കാൻ പറ്റുമോ? ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫോൺ ഇറങ്ങിയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അവിടെ കൂടി ദ്വിഭാഷാ പണ്ഡിതരൊക്കെ ഔട്ടാവും അല്ലേ? കുട്ടികൾ സ്കൂളിൽ പറയും എന്തിനാ ടീച്ചറെ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഇതുപോലെ ചോദിക്കും. അപ്പൊ കാലം മാറി തന്നെയാണ്. 2024 എത്തിയപ്പോൾ കൂടുതലാണ്. ഈ കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രം അതിന്റെ മുന്നിലെ പേജിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, ആ വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അതിന് മുമ്പിൽ റിപ്പോർട്ട് ചെയ്തു. ആ വാർത്ത നിങ്ങളൊക്കെ വായിച്ചൊരു വാർത്തയാണ്. ഇലോൺ മസ്ക് എന്ന് പറയുന്ന നമ്മുടെ ഡ്രൈവർ ഇല്ലാത്ത കാറ് കണ്ടുപിടിച്ച ചങ്ങാതി, ആ ചങ്ങാതി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി. തലച്ചോറിനകത്ത് ഒരു ചിപ്പ് വെക്കാൻ. നിങ്ങൾക്ക് പിന്നെ സംശയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പത്രം ജനുവരി 31 ബുധനാഴ്ചയിലെ പത്രം, ജനുവരി 31 ബുധനാഴ്ചയിലെ പത്രം, ഞാൻ മലയാള മനോരമ പത്രമാണ്. ആ പത്രത്തിലെ ന്യൂസ് ഇങ്ങനെയാണ്: തലച്ചോറിൽ ചിപ്പ്, ലോകം ടെലിപ്പതിയിലേക്ക് എന്ന് പറഞ്ഞ ഫ്രണ്ട് പേജ് ന്യൂസ്. എന്റെ കയ്യിലെ ന്യൂസ് ഉണ്ട്, ഞാൻ ന്യൂസാണ് വായിക്കുന്നത് അല്ലേ. തലച്ചോറിൽ ചിപ്പ് പറഞ്ഞാൽ നിങ്ങൾ മൊബൈലിലൊക്കെ ഇരുന്ന ചിപ്പ് തലച്ചോറിൽ ഘടിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുക? ന്യൂഡൽഹി കീബോർഡിലോ കീപാഡിലോ ടൈപ്പ് ചെയ്യാതെ ചിന്തിക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ മൊബൈൽ ഫോണും യാഥാർത്ഥ്യമാകുന്നു. ഇനിയോ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ചു. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം വിജയമാണെന്നും സ്വീകരിച്ചയാൾ സുഖം പ്രാപിക്കുകയാണെന്നും കമ്പനി അറിയിക്കുന്നു. ന്യൂറോൺ വ്യതിയാനങ്ങൾ ചിപ്പ് തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോഴേക്ക് ആ ചിപ്പ് ഇനി കാര്യങ്ങൾ പുറത്തു വരും. നിങ്ങൾ ചിന്തിച്ചു, ലോകം മുന്നോട്ടാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫോണിന് അടിമപ്പെട്ടു പോവാതെ ഈ കുട്ടികളെ സൂക്ഷിക്കണം. സമയം നിജപ്പെടുത്തണം. ഈ രാത്രി ഒരിക്കലും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. 7 മണി കഴിഞ്ഞാൽ ഒരു ഹൈസ്കൂൾ +2 വരെയുള്ള കുട്ടിക്ക് 7 മണി കഴിഞ്ഞാൽ മൊബൈൽ കൊടുക്കരുത്. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടിയുണ്ട്, ഞാൻ വലിയ കുട്ടിയായി 18 എന്നൊക്കെ പറഞ്ഞ കുട്ടി ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, 9 മണിക്ക് ആ കുട്ടീനെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങണം. ഓക്കെ, രാത്രി ഒരിക്കലും അലാറം വെക്കാൻ പോലും മൊബൈൽ ഫോൺ കൊടുക്കരുത്. കൊടുത്താലുള്ള കുഴപ്പം എന്താ? ഈ ഫോണിൽ കുട്ടിയിരിക്കും. മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത് 3 പ്രശ്നമാണ്. ഒന്ന്, തലച്ചോറിനകത്തെ ഹോർമോണുകൾ മാറും. 2, കാഴ്ചപ്പാടുകൾ മാറും. 3, വലിയ പ്രശ്നങ്ങളിലേക്ക് കുട്ടിയാക്കപ്പെട്ടു പോകും. ഇപ്പൊ ആൺകുട്ടി മൊബൈലിൽ ചെയ്യണ എന്താ? നിങ്ങള് ഇപ്പൊ നമ്മളെ പഴയ പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ വേണ്ടാത്ത വീഡിയോ കാണും. ഇപ്പൊ അത്ര ഇല്ല. ഇപ്പൊ ആൺകുട്ടി എന്താ ചെയ്യണമെന്നറിയോ? ബിസിനസ്, ക്രിപ്റ്റോ കറൻസി ബിസിനസ്. എത്ര കുട്ടികളാ ചെയ്യണ സ്കൂളിൽ പഠിക്കുന്നത്? നിങ്ങൾ ക്രിപ്റ്റോ കറൻസി എന്ന് കേട്ടോരെന്ന് കൈവക്കി. ശരി, എന്താ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ IT-ക്കാർ കൈവക്കല്ലേ? എന്താ ക്രിപ്റ്റോ കറൻസി? നമുക്കറിയില്ല അല്ലേ? എത്ര കുട്ടികളുടെ അറിയോ ബിസിനസ് നടത്തുന്നത്? ക്രിപ്റ്റോ കറൻസി വാങ്ങി ആ ക്രിപ്റ്റോ കറൻസി സൂക്ഷിച്ച് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ അതിന്റെ പിന്നെ ഇത് നടക്കുന്നത്, ട്രേഡിങ് നടക്കുന്നത്. അപ്പൊ കുട്ടിയൊന്നും ചെയ്യണ്ട. നിങ്ങൾ കുറച്ച് ക്രിപ്റ്റോ കറൻസി വാങ്ങി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ട്രേഡിംഗ് നടത്തുന്ന സാധനം നിക്ഷേപിച്ചാൽ മതി. അപ്പൊ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂപ്പര ബുദ്ധി ഉപയോഗിച്ച് ട്രേഡിംഗ് ഇങ്ങനെ നടത്തും. എന്നിട്ടോ ആ കുട്ടിക്ക് ഡെയിലി വരുമാനം കിട്ടുന്ന കുട്ടിയുണ്ട്, മാസത്തിൽ വരുമാനം കിട്ടുന്ന കുട്ടിയുണ്ട്, 10,000-ഉം 5,000-ഉം 15,000 വരുമാനം കിട്ടുന്ന കുട്ടിയുണ്ട്. ഇട്ട പൈസ അവിടെ തന്നെ ഉണ്ടാവും. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ അത്
വെർച്വൽ കറൻസിയാണ്. കയ്യിൽ കിട്ടൂല, കയ്യിൽ കിട്ടൂല. പക്ഷെ ആ കറൻസിയുടെ ട്രേഡിംഗ്. കുട്ടി എന്താ ചെയ്യണത്? ട്രേഡിംഗ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ ലാഭം കിട്ടും, അല്ലെങ്കിൽ നഷ്ടം വരും. നഷ്ടം വരുമ്പോഴോ അത് നികത്താൻ കുട്ടി ചെയ്യുന്ന വഴി എന്താ? ഉപ്പാന്റെ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഈ പൈസ മോഷ്ടിക്കും. 4.5 ലക്ഷം രൂപ മൂത്താപ്പ വീട് വിറ്റ് കൊണ്ടുവച്ച പൈസ 4.5 ലക്ഷം അളമാറ തുറന്ന് അതിൽ നിന്ന് എടുത്ത് ആൺകുട്ടിനെ കണ്ടിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയിൽ ബിസിനസ് നടത്തി പൊളിഞ്ഞപ്പോ അത് നികത്താൻ അവൻ കണ്ടെത്തിയ വഴിയാണ്. എന്നിട്ടോ ഈ പൈസ പോയി എന്നറിഞ്ഞ് ഇത് തെരയാൻ മുന്നിലുള്ളതാരാ? എടുത്തവനാ. ഇവനാ മുന്നില്. അവിടെ തരും മുത്താപ്പ, ഇവിടെ നോക്കും മുത്താപ്പ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസ് വന്നു. ആരടുത്തെന്ന് പറയണല്ലോ. പോലീസ് ഇവന്റെ ഈ ഓവർ സ്മാർട്ട്നെസ് കണ്ടപ്പോ SI ഓനെ കൂട്ടി കൊണ്ടിട്ട് പറഞ്ഞു ഇവിടെ ചോദിച്ചിട്ട്. അപ്പൊ എല്ലാവരും കിട്ടി. ഇവനടുത്തത് കണ്ടോ? ഈ ചെറുക്കൻ ഇപ്പൊ തറവാട്ടിനകത്തേക്ക് കേറുമ്പോ ഓന്റെ ഉമ്മാമ പറയും അളമാറ പൂട്ടിക്കോ, കള്ളം വരും. ഇനി എപ്പോഴാ ഈ പേര് നന്നാവുക? അപ്പൊ ഈ ഫോൺ ഉണ്ടാക്കുന്ന പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. ആൺകുട്ടി ഇതിൽ ബിസിനസ് ചെയ്യാണ്. എന്തൊക്കെ തരം ബിസിനസ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ആൺകുട്ടികളുടെ ഗ്രൂപ്പിനകത്ത് ഇപ്പൊ ഡിസ്കഷൻ ക്രിപ്റ്റോ കറൻസി ബിസിനസ് ആണ്. പണ്ട് നമ്മളെ ആൺകുട്ടികളൊക്കെ വല്ല ഈ കാറ്ററിംഗുകാരെ കൂടെ പാത്രം കേൾക്കാനൊക്കെ പോയിട്ട് പൈസ ഉണ്ടാക്കിനി. അപ്പൊ ആ കുട്ടിയൊക്കെ ഒന്നും കഴിയില്ല. അപ്പൊ ക്രിപ്റ്റോ കറൻസി ബിസിനസ് കൈ നനയാതെ മീൻ പിടിക്കാൻ. എന്നിട്ട് അവൻ പറഞ്ഞ എന്താ? 10 ഒന്നും വേണ്ട, +2 ഒന്നും വേണ്ട, ഞാൻ ക്രിപ്റ്റോ കറൻസി ബിസിനസ് ജീവിച്ചോളാം. നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഈ കുട്ടി രാത്രി നിങ്ങൾ ഫോൺ കൊടുത്താൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കുട്ടി പോകും. വൃത്തികേടുകൾ കാണും. പെൺകുട്ടിക്ക് കൊടുത്താലോ എന്ത് പരതിയാലും കിട്ടും മൊബൈൽ ഫോണിനകത്ത്. അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുക അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് എല്ലാവരും മൊബൈൽ ഫോണിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന വീടായിട്ട് മാറരുത്. ഇതില്ലാതെ ജീവിക്കാൻ പറ്റുന്ന നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോഴോ കുട്ടി സ്വാഭാവികമായിട്ടും രസം. ഒരു പന്തെടുത്ത് നോക്കി നിങ്ങൾ. ഒരു ബാപ്പ വീട്ടിൽ വരിക, എന്നിട്ടോ ഒരു പന്തെടുത്ത് മുറ്റത്ത് വെക്കുക. എന്നിട്ട് ആ പന്തുമ്മ ചവിട്ടി നിന്നിട്ട് മക്കളോട് പറയാം വാടാ. ഒരൊറ്റ കുട്ടി ഫോണിൽ ഇരിക്കോ? കുട്ടിയൊക്കെ കളിക്കാൻ ആളില്ല, നോക്കാൻ എന്താ പ്രശ്നം? മുറ്റുമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഫോണുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. രാത്രി 7 മണിക്ക് ശേഷം +2 വരെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. വാങ്ങി വെക്കണം. കയ്യിലുണ്ടോ? നിങ്ങൾ കൊടുത്തണോ? ഫോണിങ് വാങ്ങിക്കോ, ഓഫാക്കി വെക്കണം. രാവിലെ 7 മണി വരെ. ഇനി കുട്ടി ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട, 9 മണിക്ക് വാങ്ങണം. രാവിലെ കൊടുത്തോ. ഈ അവസ്ഥ കൊടുത്തിട്ടില്ലെങ്കിൽ ഫോണിൽ നിന്ന് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഫോണ് ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് നോക്കണം. വാതിലും ജനലും ഒക്കെ കുറ്റിയിട്ട് പൂട്ടി താക്കോലും കൊണ്ട് ഉമ്മ കടന്നാലും വാട്സപ്പിന്റെ, ഫേസ്ബുക്കിന്റെ, ഇൻസ്റ്റഗ്രാമിന്റെ വാതിൽ കൂടി ആൾക്കാരകത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ മൊബൈലും ലഹരിയും ഒക്കെ പ്രശ്നമായി മാറും. ചെറിയ കുട്ടികളിലുള്ള അമിതമായ ദേഷ്യം, അത് ഈവൻ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഭയങ്കര ദേഷ്യമാണ് അവർക്ക്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും എൻക്വയറി ചെയ്താൽ തന്നെ ഭയങ്കര ദേഷ്യമാണ്. അതെങ്ങനെ കൺട്രോൾ ചെയ്യുക? ടീനേജേഴ്സിൻ്റെ കാര്യത്തിൽ നല്ലോണം ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും ചെറിയ കുട്ടികളിലെ അത് നല്ല കാണുമ്പോൾ അതെങ്ങനെയാണ് ആസ് എ പാരന്റ് എന്നുള്ള നിലക്ക് കൺട്രോൾ ചെയ്യുക? നിലവില് ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകത ഈ ദേഷ്യം, നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലാണ്. ഇമോഷൻസ് 2 പോസിറ്റീവ് നെഗറ്റീവ്, അത് വളരെ കൂടുതലാണ്. ഈ ദേഷ്യം, കുട്ടിയിൽ ദേഷ്യം ഉണ്ടാക്കാൻ പല ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം പാരമ്പര്യമാണ്. അതുണ്ടോ നോക്കണം. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ല. ബാപ്പ ദേഷ്യമുള്ള ബാപ്പയാണോ, ഉമ്മ ദേഷ്യമുള്ള ഉമ്മയാണോ, സ്വാഭാവികമായിട്ടും കുട്ടിക്ക് കിട്ടും. നമ്മുടെ കുട്ടിക്ക് അയൽ വീട്ടിലെ ആളുടെ സ്വഭാവം കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സ്വഭാവം കിട്ടും. അപ്പൊ ബാപ്പക്ക് ദേഷ്യമുള്ള ബാപ്പയാണോ, ബാപ്പാന്റെ വീട്ടിലെ ദേഷ്യമുള്ള ബാപ്പയാണോ, നമ്മൾ ചിലപ്പോൾ വല്യപ്പ എമ്മാതിരി ദേഷ്യ, അത് വല്യപ്പാന്റെ അടുത്ത് മാത്രം നിൽക്കൂല ആ ദേഷ്യം. ആ ദേഷ്യം സ്വാഭാവികമായിട്ടും കുട്ടികളിലേക്കും വരും. അപ്പൊ ഒരു സാധനം ഈ പാരമ്പര്യം ഉണ്ടോ എന്ന് പരിശോധിക്കില്ല. രണ്ടാമത്തെ, ഈ ദേഷ്യം വരാനുള്ള കാരണം തലച്ചോറിനകത്തെ അഡ്രിനാലിൻ പോലെയുള്ള മനുഷ്യന്റെ ശരീരത്തിലെ ഹോർമോണുകളും തലച്ചോറിനകത്ത് ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഗാമ തുടങ്ങിയ ഹോർമോണുകളൊക്കെ ചേർന്നതാണ് കുട്ടിയുടെ ദേഷ്യം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച 3 പ്രശ്നം ഉണ്ടാവും. അതിൽ ഒരു പ്രശ്നം പറഞ്ഞത് എന്താ? തലച്ചോറിനകത്തെ ഹോർമോണുകളിൽ മാറ്റം ഉണ്ടാകുന്നത്.
ഈ ഹോർമോൺ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം എന്ന വികാരം കൂടും. അപ്പം രണ്ടാമത്തെ കാര്യം, ഈ മൊബൈൽ ഫോൺ പോലെയുള്ള ഗാഡ്ജറ്റുകളെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ വെർച്വലായിട്ട് കുട്ടി ഇങ്ങനെ ഈ സാധനത്തിൽ ഇരിക്കുമുണ്ടാക്കുന്ന ഒരു പ്രശ്നം, ഇത് കുട്ടിയിൽ തലച്ചോറിനകത്തെ ഹോർമോൺ കൂടുമ്പോൾ ദേഷ്യം കൂട്ടും. ഇനി മൂന്നാമത്തെ കാര്യം, ഇതൊന്നുമില്ലെങ്കിലും അപസ്മാരം പോലെയുള്ള ചില രോഗങ്ങളുള്ള കുട്ടികൾ, അവരുടെ ന്യൂറോ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന തകരാറ് കുട്ടിയെ ദേഷ്യക്കാരനായി മാറ്റും. ഇനി നാലാമത്തെ പ്രശ്നം, വീട്ടിനകത്ത് ഈ കുട്ടിക്ക് നാം കൊടുക്കുന്ന കെയറിങ്ങിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഈ കുട്ടിയെ ദേഷ്യക്കാരനാക്കി മാറ്റും. ഇതിലെന്താണുള്ളത് എന്ന് ഈ കുട്ടിയോട് കൂടി സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ചെറിയ കുട്ടി ഉമ്മ രണ്ടാമത് പ്രസവിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് ദേഷ്യം വരും. കാരണം എന്താ? ആ കുട്ടിയുടെ കെയറിങ് കുറഞ്ഞു, സ്വാഭാവികമായിട്ടും കുറയും. കാരണം പ്രസവം, ഗർഭം ഒരു 8 മാസം കഴിയുമ്പോഴേക്കും ഉമ്മ അവശയാവും. ഉമ്മക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മൂവ് ചെയ്യാൻ കഴിയില്ല, കുട്ടീനെ നോക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് പ്രസവിച്ച് ഒറ്റ കിടത്താം, പിന്നെ ഉമ്മക്ക് മൈൻഡ് ചെയ്യാൻ കഴിയില്ല, മറ്റേ കുട്ടീനെ നോക്കണം. അപ്പോൾ ഈ കുട്ടി സ്വാഭാവികമായിട്ടും ഇങ്ങനെ വിട്ട് 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 പോകും. ഇത് കുട്ടിയിൽ ദേഷ്യം ഉണ്ടാകും. അപ്പോൾ എന്താണ് ദേഷ്യത്തിന്റെ ഘടകം എന്ന് ധാരാളം ഘടകങ്ങൾ, ആ ഘടകത്തിൽ നിന്ന് കണ്ടെത്തണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. അപ്പൊ അതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുപോവുകയും ഈ കുടുംബത്തിനെയും കുട്ടിയുടെയും കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് ഈ സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പൊതുവെ ദേഷ്യം ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ. സ്ത്രീകളുടെ ഭാഗത്ത് എഴുതി കിട്ടിയ മറ്റൊരു ചോദ്യം, എഴുതി തന്ന മറ്റൊരു ചോദ്യമാണ്, കുട്ടികൾ അവസരം കിട്ടിയാൽ ചീത്ത കളികൾ കളിക്കുന്നു, എന്താ ചെയ്യാൻ? എന്താ ഇമ്മക്ക് ചീത്തായി തോന്നി എനിക്ക് മനസ്സിലായില്ല. ഫുട്ബോളൊക്കെ ചിലപ്പോൾ ചീത്തായി തോന്നിയ ആൾക്കാരുണ്ട്. ചീത്ത എന്ന് പറഞ്ഞത് ലൈംഗിക ചേഷ്ടയുള്ള കളികളാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. കുട്ടിയെ ഈ കഴിവതും ബാപ്പ ഉപയോഗിക്കുന്ന ഫോൺ, ഉമ്മ ഉപയോഗിക്കുന്ന ഫോൺ മക്കൾക്ക് കൊടുക്കാതിരിക്കണം. ബാപ്പാക്ക് വേണ്ടാത്തരങ്ങൾ കാണുന്ന ശീലമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടിക്ക് ഫോൺ കൊടുക്കരുത്. കാരണം അതിൻ്റെ ഹിസ്റ്ററി കുട്ടിയിലേക്ക് വരും. ഈ കുട്ടി കാണുന്ന കാഴ്ചയാണ് കുട്ടിക്ക് മനസ്സിലാവുക. ചെറിയ കുട്ടി കേട്ടോ, ഒരു പിന്നെ സ്കൂളിനകത്ത് 1ാം ക്ലാസ്സിലേക്ക് ടീച്ചർ കയറിയപ്പം കാണുന്ന കാഴ്ച, ഒരു പെൺകുട്ടിയെ ടീച്ചർ ഇരിക്കാനുള്ള ഒരു മേശയും കസേരയും ഉണ്ടാവുമല്ലോ, ആ കസേരൻ്റെ മുകളിൽ ഒരു പെൺകുട്ടിനെ ഇങ്ങനെ കിടത്തിയിട്ട് ആൺകുട്ടി അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർ കയറി വന്നപ്പോൾ ചോദിച്ചത് എന്താ എന്ന് ചോദിച്ചപ്പോൾ അതാ ഞാൻ ബാപ്പിയമ്മയും കളിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കുട്ടി എവിടുന്ന് കാണുന്നു എന്ന് ചോദിച്ചാൽ ഈ കാഴ്ച ഇന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത കാഴ്ചയാണ്. മൊബൈൽ ഫോണിനകത്ത് എന്തും കാണാം, എന്ത് വൃത്തികേടുകൾ. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം എന്താ വെച്ചാൽ കുട്ടിയുമായിട്ടൊരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ വേണം. പ്രത്യേകിച്ച് നമ്മളെ കാലല്ല, എന്ത് കാര്യവും കുട്ടീൻ്റെ കൺമുന്നിലെത്തുന്ന ഒരു കാലമാണ്. കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ വേണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായി കുട്ടി വരുമ്പം ആട്ടി വിടരുത്. ചിലപ്പോൾ കുട്ടി ഒന്ന് ചോദിക്കും ഞാൻ എങ്ങനെ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഞാൻ ഈ അടുത്ത് കേട്ട ഒരു കഥ ഉണ്ട്. ഒരു കുട്ടി ഉമ്മനോട് ഒന്ന് ചോദിക്കുകയാണ്, ചെറിയ കുട്ടി, ഉമ്മ ഞാൻ എങ്ങനെ ഉണ്ടായത്? ഉമ്മ ആകെ ബേജാറാവില്ലേ? ബാപ്പാനെ വിളിച്ച് ഉമ്മ പറഞ്ഞു, നോക്കിയാണ് ഞാൻ ചോദിക്കണേ. ബാപ്പ പറഞ്ഞൊക്കെ ഞാനേറ്റ് പരിയോട്. ബാപ്പ വന്നു, കുട്ടി ചോദിച്ചു ഞാൻ എങ്ങനെ ഉണ്ടായത്? അപ്പൊ ബാപ്പ കുട്ടിയോട് പറഞ്ഞു, ചെറിയ കുട്ടിയല്ലേ മോനെ, ബാപ്പി ഈ കല്യാണമൊക്കെ കഴിച്ചു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ബാപ്പി ഇങ്ങനെ നോക്കിയപ്പോണ്ട് ഒരു കൊട്ട അങ്ങനെ ഒഴുകി വരുന്നു. അപ്പൊ മോൻ പറഞ്ഞു, എന്നിട്ട് എടുത്തു നോക്കിയപ്പോണ്ട് മോന്. ചക്കൻ പറഞ്ഞു, ആ കൊട്ടയെന്ന് കിട്ടിയാലേ ശരി. അപ്പൊ കുട്ടി അടുത്ത ചോദ്യം ചോദിച്ചു, ബാപ്പ എങ്ങനെ ഉണ്ടായത്? ആ ബാപ്പ പറഞ്ഞു, ബാപ്പാന്റെ വാപ്പി ഇമ്മയും കല്യാണം കഴിച്ച കാലത്ത് അതിനേക്കാളും വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ബാപ്പാന്റെ വാപ്പി ഇമ്മ ഇങ്ങനെ നിൽക്കുമ്പോണ്ട് കൊട്ട ഇങ്ങനെ ഒളിച്ചിരുന്നു, എടുത്തു നോക്കിയപ്പോണ്ട് ഞാൻ. കുട്ടി അടുത്ത ചോദ്യം ചോദിച്ചു, ബാപ്പാന്റെ വാപ്പ എങ്ങനെ ഉണ്ടായത്? എല്ലാത്തിനും ഇയാൾക്ക് വെള്ളപ്പൊക്കത്തിന്റെ കഥയും കൊട്ടന്റെ കഥയാണ്. അവസാനം കുട്ടി ഇയാളോട് ചോദിച്ചു, ഞാൻ അറിയാൻ വയ്യായിട്ട് ചോദിക്കാണ്, നമ്മളെ കുടുംബത്തിൽ ഈ പ്രസവം ഒന്നും നടക്കാറില്ലേ? കുട്ടി അങ്ങോട്ട് ചോദിച്ചു, അല്ല നമ്മളെ കുടുംബത്തിൽ ഈ പ്രസവം നടക്കാറില്ലേ? അപ്പൊ കുട്ടിക്ക് അറിയാത്. നമ്മൾ മനസ്സിലാക്കിയത് എന്താ? നമ്മളെ കാലത്തുള്ള അറിവാ കുട്ടിക്കുള്ളതെന്ന്. കുട്ടികള് ഇത്തരം കാര്യങ്ങളൊക്കെ പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ഉമ്മയോട് വന്ന് ചോദിക്കും. അത് ചോദിക്കുമ്പോൾ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു മറുപടി കുട്ടിക്ക് കൊടുക്കണം. ആട്ടി വിടരുത്. വിട്ടാനുള്ള കുഴപ്പം എന്താ പറയുക നിങ്ങൾക്ക്? നോക്ക്, എന്റെ മോന് ഒരു ദിവസം അവന്റെ ഉമ്മാന്റെ ഫോൺ തരും.
കുറെ കച്ചറൊക്കെ ഉണ്ടാക്കി വാങ്ങിക്കൊണ്ട് എന്നിട്ട് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് മോൻ ചോദിക്കുന്ന ചോദ്യം തരുന്നത് ഫോണിനോട്. അവൻ ഈ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ചോദിക്കുകയാണ് ഫോണിനോട്. ഗൂഗിൾ ഓണാക്കി, ഗൂഗിളിൽ ഇപ്പോൾ ഈ വോയിസ് ഉണ്ടല്ലോ, വോയിസ് കൊടുത്താൽ വരുമല്ലോ. അപ്പൊ അവന് ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല. ഫോൺ എടുത്തിട്ട് കുട്ടി ചോദിക്കുന്ന ചോദ്യം ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഗൂഗിൾ വാട്ട് ഡേ ടുഡേ ആ ഫോണോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിന് ടൈം ടേബിൾ നോക്കാൻ? ഇന്ന് എന്താ ദിവസം ഒന്ന് ടൈം ടേബിൾ നോക്കാൻ ഗൂഗിൾ പറയണം. കാരണം ബാപ്പാനി വിശ്വാസമല്ല. ബാപ്പ പറഞ്ഞു ചൊവ്വാഴ്ച, പറഞ്ഞു ബുധനാഴ്ച തോന്നുന്നുണ്ട്. ഗൂഗിൾ പറഞ്ഞു ചൊവ്വാഴ്ച. ഏതാ വിശ്വസിക്കുക കുട്ടി? ഗൂഗിളിനെ. അപ്പൊ ബുധനാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ എന്ന് അറിയാൻ കുട്ടി സമീപിക്കുന്നത് ഗൂഗിളാണ്. അപ്പൊ കുട്ടിയുടെ മനസ്സിലൊരു ചിന്ത വരികയാണ്, ലൈംഗികമായ ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിൽ വരികയാണ്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായെന്ന് തോന്നുകയാണ്. കുട്ടി ഇതെങ്ങാനും ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗൂഗിളിനറിയോ ഈ കുട്ടിക്ക് 6 വയസ്സാണ്, 8 വയസ്സാണ്, 12 വയസ്സാണ്. 6 ഫോണ് ഗൂഗിളിന് മനസ്സിലാവും ഈ കുട്ടിന്റെ പ്രായം എപ്പോഴാ. അതാ ഞാൻ പറഞ്ഞത് ബാപ്പാന്റെയും മന്നി ഫോൺ പ്രശ്നമാണ്. എന്റെ ഫോണ് ഗൂഗിളുണ്ട്. എന്റെ ഫോണിന്റെ ഗൂഗിളിന് അറിയാം എനിക്ക് 46 വയസ്സാണ്. കാരണം ഇത് എന്റെ ഇമെയിൽ ID ഉപയോഗിച്ച് തുറന്ന ഫോണാണ്. അല്ലേ? നിങ്ങളുടെ ഫോണൊക്കെ അങ്ങനെയല്ലേ? അല്ലേ? എന്റെ ഫോണിനകത്ത് ഞാൻ സെർച്ച് ചെയ്യുന്ന ഒരു സാധനം 46-കാരന് മനസ്സിലാവുന്ന സാധനം ഗൂഗിൾ എനിക്ക് തരിക. എന്നാൽ എന്റെ ഫോണ് ഞാൻ ഓണാക്കിയത് 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഇമെയിൽ ID എന്നാണെന്ന് വിചാരിക്കുക. 12 വയസ്സ്. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക്. ഫോൺ IT-കാരൊക്കെ ഉണ്ടാവും ഇവിടെ. കുട്ടി ഒരു ഇമെയിൽ ID ഉണ്ടാക്ക്, 12 വയസ്സാണ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്ക്, അതിൽ 12 വയസ്സാണെന്ന് പറയും. ആ ഗൂഗിളിൽ പലതും വർക്ക് ചെയ്യൂല. കുട്ടി സെർച്ച് ചെയ്യണ പലതും കിട്ടൂല, പലതും വരൂല. വരുമ്പോ കുട്ടിയുടെ പ്രായത്തിനെ വരുള്ളൂ. പക്ഷെ കുട്ടി നോക്കുന്ന ഫോൺ ആരുതാ? 36 വയസ്സുള്ള ഉമ്മ, 46 വയസ്സുള്ള വാപ്പ. ഈ ഫോണിൽ ഈ സാധനം സെർച്ച് ചെയ്താ ഗൂഗിളിൽ അറിയോ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യണത് നിങ്ങളെ കുട്ടിയാന്ന്. അപ്പൊ ഇത്തരം കാര്യങ്ങള് കുട്ടി ഈ ചീത്തക്കളികൾ കളിക്കാനുള്ള കാരണം ഇത്തരം സംശയങ്ങൾ ഉമ്മയോട് ചോദിക്കാൻ, ബാപ്പയോട് ചോദിക്കുമ്പം കുട്ടിയെ പേടിപ്പിക്കാതെ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു മറുപടി കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കുട്ടി ഗൂഗിളിലേക്ക് പോലെ അങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന അപക്വമായ വിവരങ്ങളാണ് ഇത്തരം കളികളിലേക്ക് കുട്ടികളെ എത്തിക്കുക. അപ്പൊ അതിനുള്ള മാർഗം എന്താ? എന്തും ഉമ്മനോട് ചോദിച്ചോ. ഉമ്മയാണ് ഗൂഗിൾ. ഉമ്മനോട് ചോദിച്ചോ, ബാപ്പയാണ് ചോദിച്ചോ. എന്ത് ചോദ്യം ചോദിച്ചാലും സമചിത്തതയോടെ നേരിടണം. അതിന് ചോദിക്കുമ്പോഴേക്കും ഇമ്മാതിരി ചോദ്യം മേലാൽ എന്റെ തൊള്ളയെന്ന് വന്ന പിന്നെ കുട്ടി ചോദിക്കോ? കുട്ടിക്ക് ചോദിക്കാൻ വേറെ ആളുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു നമ്മൾ ആ വർത്താനം ഒന്നും പറയരുത്. അതൊക്കെ പണ്ടത്തെ കാലത്താ. പണ്ട് ഉമ്മത് മുണ്ടരുത് പറഞ്ഞാൽ പിന്നെ മുണ്ടാൻ ആളില്ല. അപ്പൊ കുട്ടിക്ക് ചോദിക്കണ്ട്, നോക്കാൻ സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കുട്ടിയെ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുകയും ഈ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കുറവുള്ള ഒരു സാധനത്തായി ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ സാധനം ഇതൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിങ്ങനെ പറഞ്ഞു കുട്ടിയെ ആ പ്രായത്തിനനുസരിച്ച് ഇങ്ങനെ ചില അറിവുകൾ കുട്ടിക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇത്തരം കളികൾ കുട്ടി എത്തിപ്പെടും. പ്രശ്നങ്ങൾ പക്വതയില്ലാത്തൊരു പ്രായമാണ്, അതിലേക്ക് എത്തും. അതിനുള്ള മാർഗം കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ചിൽഡ്രൻ. ഇതാണ് അതിന്റെ മാർഗം.